ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പ. യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലൽ ഭാനുദീപം ശശ്വൽ സന്തുഷ്ട സംപ്രേക്ഷകമഖില ജഗത്ഭ്രാന്തിനാട്യം വിദഗ്ധ്യാം കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശഗാൻ വാസനാഗാനസക്താൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സ്വസ്തു ഭൂതി. ശ്രീകൃഷ്ണായ നമഃ. ഗുരുവായൂരപ്പ. ശ്രീമദ്ഭാഗവതേ ദ്വിതീയസ്കന്ധേത പഞ്ചമോധ്യായ. ശ്രീനാരദ ഉവാച. ദേവദേവ നമസ്തേസ്തു ഭൂതപാവനപൂർവജ തദ്വിജാനീഹി യജ്ഞാനമാത്മതത്വനിദർശനം യദ്രൂപം യദധിഷ്ഠാനം യദസ്രഷ്ടമിദം പ്രഭോ യൽസംസ്ഥം യത്പരം യച്ചാതത്തത്വം വദ തത്വതാ സർവം ഹേതൽ ഭവാൻ വേദ ഭൂർവ്വവിവൽ പ്രഭോ കരാമലകവൽവിശ്വം വിജ്ഞാനാവസിതം തമാം യദ്വിജ്ഞാനോ യദാധാരോ യത്പരസ്ത്വം യദാത്മകാ ഏകസൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായാം ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യ പൂർണ്ണനാവിവാക്ലമാം നാഹം വേദ പരം ഹ്യസ്മിന്നാപരം ന സമം വിഭോ നാമരൂപണേർഭാവ്യം സദസൽ കിഞ്ചിദന്യതാം സ ഭവാനചരൽ ഘോരം യൽതമസ്മാഹിത തേന ഖേദസേന സ്തുന്ദ്രാശങ്കാം പ്രയച്ഛസി വേദന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി യദേവേദമഹം ബുദ്ധ്യേനുശാസിത. ഗുരുവായൂരപ്പ. ബ്രഹ്മോവാച. സമ്യക് കാരുണികസ്യേദം വത്സരേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ ഭഗവത് വീര്യദർശനേ നാനദം തവച്ചാപി യഥാ മാം പ്രബ്രവീഷിഭോ അവിജ്ഞായ പരം നത്തഭ്യതാവത്വം യതോഹി മേ യേന സുരോജിഷാ വിശ്വം രോജിതം ദ്രോദയാമ്യഹം യഥാർക്കോഗ്നിർയഥാ സോമോ യഥാക്ഷഗ്രതാരകാം തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയാ മാം ബ്രുവന്തി ജഗദ്ഗുരും വിലജ്യമാനയാ യസ്യാസ്താതുമേക്ഷാപദേ മുയാം വിമോഹിതാ വിഗർദ്ധന്തേ മമാഹമിതി ദുർധിയാ ദിവ്യം കർമ്മകാലശ്ച സ്വഭാവോ ജീവൈവ ച വാസുദേവാൽപരോ ബ്രഹ്മണ്ണാൻ ന ചാന്യോർത്ഥോസ്തി തത്വതാ വാസുദേവാൽപരോ ബ്രഹ്മണ്ണ ചാന്യോർത്ഥോസ്തി തത്വതാ നാരായണ പരാ വേദ ദേവാ നാരായണാംഗജ നാരായണ പരാ ലോക നാരായണ പരാമഘ നാരായണ പരമോ യോഗോ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. ഗുരുവായൂരപ്പ. തസ്യാഭിദ്രഷ്ടുരീശസ്യ ഗൂഢസ്ഥസ്യ അഖിലാത്മനാ സൃജ്യം സൃജാമി സൃഷ്ടോഹമേക്ഷൈവാഭിചോദിതാം സത്വം രജസ്തമൈതേ നിർഗുണസ്യ ഗുണാശ്രയാ സ്ഥിതിസർഗനിരോധേഷു ഗൃഹീതാ മായയാ വിഭോ കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയാ ബധ്നന്തി നിത്യതായുക്തം ബധ്നന്തി നിത്യതാമുക്തം നായിനം പുരുഷം ഗണാം സ ഏഷ ഭഗവാൻ ലിംഗേ സ്ത്രിഭിരേ വിരഘോക്ഷജ സുരക്ഷിതബ്രഹ്മൻ സർവേഷാം നോജേശ്വരാം കാലം കർമ്മ സ്വഭാവം ച മായേശോ മായാസ്വയാം ആത്മന്യദക്ഷയാ പ്രാപ്തം വിബുഭൂഷുവാദനെ കാലാൽ ഗുണവിരികര പരിണാമ സ്വഭാവതാം കർമ്മണോ ജന്മ മഹത പുരുഷാധിഷ്ഠിതാദബോധെ മഹദസ്തു വിദൂർവണാത് ദ്വിജസത്വോപബ്രഹ്മിതാത് തമപ്രധാനസ്ത്വഭവൽ ദിവ്യജ്ഞാനക്രിയാത്മക സോഹങ്കാരേ പ്രോക്തോ വികുർവൻ സമഭൂത്രിതാ വൈകാരികസ്ഥൈജസശ്ചാതാമസശ്ചേദ്യദ്ഭിരാ ദിവ്യശക്തിക്രിയാശക്തിർജ്ഞാനശക്തി പ്രഭോ താമസാദ്വിർഭുതാദേർവികുർവണാദഭൂന്നവ തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗം യദ്ദ്രഷ്ടൃദൃശ്യയോ നഭസോദ്ധവികുർവണാദഭൂൽ സ്പർശഗുണോനില
പരാന്വയാ ശബ്ദവാംശ്ച പ്രാണ ഓജസഹോ ബലം വായോർവിർവണാൻ കാലകർമ്മസ്വഭാവത ഉദപദ്യത തേജോ വൈ രൂപവൽ സ്പർശശബ്ദവൽ തേജസസ്ത്വികുർവാണാദാസീദം ഘോരസാത്മകം രൂപവൽ സ്പർശവാച്യാംഭോ ഘോഷവച്ച പരാന്വയാൽ വിശേഷസ്ത്വികുർവാണാദംഭസോ ഗന്ധവാനഭൂത് പരാന്വയാൽ രസസ്പർശ ശബ്ദരൂപമാന്വിതാ വൈകാരികാന്മനോജിജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദാർക്കപ്രചേതോശ്വിൻ മന്യേന്ദ്രോപേന്ദ്രമിത്രകാ തൈജസാത്വികർമ്മണാനിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തിക്രിയാശക്തിർബുദ്ധിപ്രാണശ്ച തേജസോ ശ്രോത്രം ത്വഘ്രാണദൃഗ്ജിഹ്വാ വാഗ്ദോർമേഘ്രാംഗ്രിവായവാ യദൈരേ സംഗതാ ഭാവാ ഭൂതേന്ദ്രിയമനോ ഗുണാ യഥാ നിർമ്മാണേ ന ശേകുർബ്രഹ്മവിത്തമം തദാ സംഹത്യജാന്യോന്യം ഭഗവച്ഛക്തിജ്യോതിരാ സദസത്വം പാദായ ചോഭയം സസൃജുർഹ്യതാം വർഷഭൂഗസഹസ്രാന്തേ തദണ്ഡമുദകേശയം കാലകർമ്മസ്വഭാവസ്ഥോ ജീവോ ജീവമജീവയൽ സയേവ ബൃഹസ്തസ്മാദണ്ഡം സഹസ്രോർവംഘ്രിബാഹ്വക്ഷ സഹസ്രാനനശീർഷവാൻ യസ്യേഹാ വൈ വൈർലോകാൻ കൽപ്പേന്തി മനീഷിണാ കട്യാദിവിരത സപ്തസപ്തോർദ്ധം ജിഗനാദിഭി പുരുഷസ്യ മുഖം ബ്രഹ്മക്ഷേത്രമേതസ്യ ബാഹവാ പൂർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോർവിചാരിതാം ഭൂർലോകൽപ്പിതപദ്ഭ്യാം ഭൂർലോകോസ്യ നാഭിധാ ഹൃദാ സ്വർലോകൗരസാ ഹർലോകോ മഹാത്മന ഗ്രീവായാം ജൻലോകശ്ചാതമോ ലോകസനദ്വയാത് മൂർധവേ സത്യലോകസ്തു ബ്രഹ്മലോകസനാതന തൽക്കട്യാം ചാദനം ക്ലപ്തമൗരുഭ്യാം നിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഗാഭ്യാം സുതലാദലം മഹാദലം ദുൽഭാഭ്യാം പ്രവതാഭ്യാം രസാദലം പാതാളം പാദതലതാ തിരിത്തോകമയപ്പുമാൻ ഭൂർലോകൽപ്പിതപദ്ഭ്യാം ഭൂർലോകോസ്യ നാഭിധാ സ്വർലോകൽപ്പിതോ മൂർധാ ഇവാ ലോകകൽപ്പന. ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സൃഷ്ടി എന്നതിനെപ്പറ്റി വളരെ വളരെ ഭംഗിയായി വളരെ വിശദമായി വ്യാഖ്യാനിക്കേണ്ട വളരെ ഗംഭീരമായിട്ടുള്ള ഭാഗവതത്തിലെ അധ്യായങ്ങൾ രണ്ടെണ്ണം ആചാര്യൻ നമുക്ക് ഭാഗ്യമുള്ളതുപോലെ ഗുരുവായൂരപ്പൻ ആചാര്യനിലൂടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹരേ ഗുരുവായൂരപ്പ. ഗോവിന്ദ 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 ഗോവിന്ദ. ശ്രീനാഥ മഹർഷി തൻ്റെ സംശയങ്ങള് ബ്രഹ്മദേവനെ കണ്ടു ചോദിക്കുകയാണ്. എല്ലാം അറിയുന്ന ആളാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ സൃഷ്ടിക്കേണ്ട ഈ ബ്രഹ്മദേവൻ സർവേശ്വരനാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങ് തപസ് ചെയ്യണത്? അങ്ങ് ഈശ്വരനാണെങ്കിൽ അങ്ങയ്ക്കും ആരാധ്യനായ ഒരു ഈശ്വരൻ വേറെയുണ്ടോ? സഭവാൻ അജരഘോരം യത്തപസു സമാഹിതേന ഖേദയസേനസ്ത്വം പരാശങ്കാം പ്രയച്ഛതി. ഇങ്ങനെ സംശയം തോന്നുക. ഞാൻ വന്നപ്പം ബ്രഹ്മദേവൻ ആരോ തപസ് ചെയ്യാണ്, എന്തോ ജപിക്കുകയാണ്, നമസ്കരിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. അപ്പൊ ആരെയാണ് ആരാധിക്കുന്നത്? ബ്രഹ്മദേവൻ. അങ്ങനെ ബ്രഹ്മദേവന് പോലും ഒരു ആരാധനാമൂർത്തി ഉണ്ടെങ്കിൽ ആ മൂർത്തിയുടെ പേരെന്താണ്? ആ മൂർത്തിയുടെ രൂപം എന്താണ്? ഇങ്ങനെ കുറെ ചോദ്യം, 8-10 ചോദ്യങ്ങളാണ് ബ്രഹ്മദേവനോട് ശ്രീനാഥനോട് ചോദിച്ചത്. ഉത്തരം ബ്രഹ്മദേവൻ പറഞ്ഞു, നീ ചോദിച്ചൊക്കെ ശരിയാണ്. സമ്യക് കാർണികസ്യേതം വത്സതേ വിജയീകരിച്ചതും ഇതഹം ചോദിത സൗമ്യ ഭഗവത് വീര്യദർശനി. ഇങ്ങനെ ചോദിക്കൊണ്ട് ഈ പറഞ്ഞ വളരെ ശരിയാണ്, എങ്കിലും ഉത്തരം പറയാം. അങ്ങനെ ഉത്തരം പറയാൻ പുറപ്പെടുമ്പം ഇതഹം ചോദിത സൗമ്യ ഭഗവത് വീര്യദർശനി. ഭഗവാന്റെ വീര്യങ്ങളെയാണ് ഉത്തരമായിട്ട് പറയുക. ഭഗവാന്റെ മഹിമയാണ്. അപ്പം ഭഗവാന്റെ മഹിമയെ പറയാൻ ശ്രീനാഥ മഹർഷിയുടെ ചോദ്യം ബ്രഹ്മദേവന് കാരണമായി തീർന്നു. ഭഗവാന്റെ മഹിമയെ പറയാൻ അവസരം കിട്ടിയത് ബ്രഹ്മദേവന് അന്ന് കാരണമായി തീർന്നു. ഇതിന് ബ്രഹ്മദേവൻ പറഞ്ഞു, ഉണ്ണി ഞാൻ പറയാം.
നാനൃതം തവതച്ചാവി യഥാ മാം ബ്രബ്രവീഷിഭോ അവിജ്ഞായ പരം മർത്ത ഏതാവത്വം ഹിമേ നാ അനൃതം തവ. നീ പറഞ്ഞുകൊണ്ട് ശരിയാണ്, എൻ്റെ വാക്ക് ശരിയാണ്, കളവല്ല. കാരണം ഞാനൊക്കെ ചെയ്യുന്നത് പറഞ്ഞത് ശരി തന്നെ, എങ്കിൽ കളവാകോ വയ്യ. എങ്കിലും ഉണ്ണി ഞാൻ സത്യം പറയാം, ചെയ്യുന്നതൊക്കെ ഭഗവാനാണ്. ഞാനും ആരാധിക്കേണ്ട ഭഗവാനാണ്. ആ ഭഗവാൻ തന്നെയാണ് എല്ലാം ചെയ്യിക്കുന്നത്. ആ ഭഗവാൻ മായയെ കൊണ്ട് ഏന സ്വരോജിഷാ വിശ്വം രോജിതം രോജയാമ്യഹം യഥാർപ്പോഗ്നിയതി യഥാ സോമോ യഥക്ഷഗ്രഹകാരക. ഇവിടെ ആ സർവേശ്വരനായ ഭഗവാനാണ് എല്ലാം ആയിട്ട് മാറിയത്. ഭഗവാൻ തന്നെയാണ്. യഥാ അഗ്നി അർക്കഃ അഗ്നി സോമ നക്ഷത്രങ്ങള് ചന്ദ്രൻ സൂര്യൻ അഗ്നി എല്ലാമായി ശോഭിക്കുന്നത് ആ ഈശ്വരൻ. ഈശ്വരന്റെ ശക്തി കൊണ്ടാണ്. സൂര്യന് പ്രകാശം തരാനുള്ള കഴിവ് ഈശ്വരന്റെ അനുഗ്രഹമാണ്. എല്ലാം ഈശ്വരനാണ്. ആ ഈശ്വരനാണ് ഇവിടെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും എല്ലാം ചെയ്യണതും ചെയ്യിപ്പിക്കുന്നതും ആ ഈശ്വരനാണ്. ആ ഈശ്വരനെ പറ്റിയിട്ട് പറയാൻ പുറപ്പെട്ടാൽ ആ ഈശ്വരനെ നമസ്കരിക്കുക. ഉണ്ണി ആദ്യം ചെയ്യേണ്ടത്, എല്ലാവരും ചെയ്യേണ്ടത് അതാണ്. മനസ്സിലായിട്ട് ഭഗവാൻ നമസ്കരിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ ഭഗവാനെ നമസ്കരിക്കുക. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയാ മാം ബ്രുവന്തി ജഗദ്ഗുരു. ജഗദ്ഗുരുവായ ശ്രീഹരിയെ നമസ്കരിക്കുക. ഇത് മനസ്സിലാവാൻ പറ്റണതല്ല ഉണ്ണി. കാരണം ഭഗവാന്റെ മായുണ്ട്. ഈ മായയാണെങ്കിൽ മായയാ ദുർജയ. ഈ മായ തരണം ചെയ്യാൻ ആർക്കും പറ്റില്ല. മായ തരണം ചെയ്യാൻ ആർക്കും പറ്റില്ല. വളരെ ബുദ്ധിമുട്ടുകളിൽ ജയിക്കാൻ കഴിയാത്തതാണ് ഭഗവാന്റെ മായ. ആ മായയെ ജയിക്കാൻ ഭഗവാന്റെ അനുഗ്രഹമുള്ള ആൾക്ക് മാത്രമേ മായയെ ജയിക്കാൻ പറ്റുള്ളൂ. ആർക്കും പറ്റാത്തതാണ്. ആ മായാതിനാഥനായ വാസുദേവനെ നമസ്കരിക്കുകയാണ് വേണ്ടത്. ആ വാസുദേവനായിക്കൊണ്ട് എൻ്റെ ചോദ്യം വാസ്തവം ശരിയാണെങ്കിലും എൻ്റെ ഉത്തരം ഞാൻ പറയാം. ആദ്യം ഉണ്ണി വാസുദേവനെ നമസ്കരിക്കുക. അതുകൊണ്ട് വിലജ്ഞമാനയായസ്യ സാധുമീക്ഷാപഥേമുയ വിമോഹിതാ വിഗന്ധേ മമാഹമിതി ദുർധിയ. മമാഹമിതി ദുർധിയ. ഈ ബുദ്ധി കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ഇതൊക്കെ ഞാൻ ഞാൻ ഭാവം ഞാനും എൻ്റേതായിട്ട് മാറണം. വാസ്തവം ഭഗവാൻ വിരജ്യമാനയായ സാധും ഈക്ഷാപഥേമുയ. ഭഗവാന്റെ തൃക്കൺ കടാക്ഷം കൊണ്ടാണ്, ഒരു നോട്ടം കൊണ്ടാണ് ഇതൊക്കെ വാസ്തവം ഉണ്ടാവുന്നത്. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ്. ആ നോട്ടം കൊണ്ട് ഇതൊക്കെ ഉണ്ടാവുന്നു. ആ നോട്ടത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റണതല്ല. കാരണം മനസ്സിലായി തോന്നുമെങ്കിലും അവിടെ ഭഗവാന്റെ മായ വരുന്നു. ഒന്നും മനസ്സിലാവാത്തതാണ്. എന്നാൽ എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ എല്ലാം ഭഗവാനാണ്. സൃഷ്ടിക്കാൻ വേണ്ട സൃഷ്ടിച്ചുള്ള വസ്തുക്കളും അതിന് കാരണങ്ങളായുള്ള വസ്തുക്കളും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാന് വേറൊരു വസ്തു ഇവിടെ ഇല്ല. എല്ലാം ഭഗവാനാണ്. ദ്രവ്യം കർമ്മച കാലശ്ച സ്വഭാവോ ജീവയേവ ച വാസുദേവാൽ പരോ ബ്രഹ്മൻ ന ചാന്യോർത്ഥോസ്തി തത്വത. ദ്രവ്യം ഇതിനു വേണ്ട പദാർത്ഥങ്ങളും, കർമ്മം അതിനു വേണ്ട പ്രവൃത്തിയും, അതിനു വേണ്ട കാലവും, അതിൻ്റെ ആകൃതിയും, അതിലെ ജീവരൂപേണ ഭഗവാനാണ് വസിക്കുന്നത്. ഇതെല്ലാം വാസ്തവം ദ്രവ്യവും കർമ്മവും കാലവും സ്വഭാവവും ജീവനും വാസ്തവം ഭഗവാനാണ്. സാധു സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിക്കാൻ വേണ്ട പദാർത്ഥങ്ങള്, അതിനെടുക്കുന്ന കർമ്മങ്ങള്, അതിന് വേണ്ട സമയം, അതിൻ്റെ ആകൃതി, അതിലേക്ക് ജീവനായിട്ട് ഭഗവാനുണ്ട്. പക്ഷെ ദ്രവ്യവും കർമ്മവും ഉദാഹരണമാണെങ്കിൽ ഒരു സ്വർണ്ണക്കട്ടി കൊണ്ട് കൊടുത്താൽ ആ സ്വർണം കൊണ്ട് ഒരാഭരണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ആഭരണം ഉണ്ടാക്കാൻ വേണ്ട കർമ്മം, ഇവിടെ സ്വർണ്ണക്കട്ടിയാവുന്ന ദ്രവ്യം, ആഭരണം ഉണ്ടാക്കാൻ വേണ്ട കർമ്മം പ്രവൃത്തി, അതിനു വേണ്ട സമയം, ഇതെല്ലാം ഭഗവാനാണ്.
കർമ്മവും കാലവും സ്വഭാവവും അതിലേക്ക് ജീവരൂപേണ ഭഗവാനും വർദ്ധിക്കുന്നു. ഭഗവാൻ അല്ലാതെ കണ്ട് ഒന്നും നേരത്തെ ചോദ്യം അധിഷ്ഠാനം എന്താണെന്ന് വെച്ചാൽ ഭഗവാനാണ് എല്ലാത്തിനും അധിഷ്ഠാനം. ഭഗവാനാണ് എല്ലാം ചെയ്യണത്. ഭഗവാനല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. ഉള്ളി നാരദ സൃഷ്ടിക്ക് കാരണമായ വസ്തുക്കള് എല്ലാം ഭഗവാനാണ്. ഭഗവാനല്ലാതെ കണ്ട് വേറൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ഇവിടെ നാരായണ സൂത്രമാണ് പറയുന്നത്. അതാണ് ഈ 5ഉം 6ഉം അധ്യായം. വളരെ ബുദ്ധിമുട്ടുണ്ട്, പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്. എങ്കിലും പത്മമാര് പറയാനേ ഉള്ളൂ, അത്രേ പറ്റുള്ളൂ. ഇവരെല്ലാം നാരായണ സൂത്രവും പുരുഷ സൂത്രവുമാണ് ഇതിലെ വിഷയം. അതും വേദത്തിൽ അങ്ങേ അറ്റത്തെ മന്ത്രങ്ങളാണ്, ശാഖയിലെ മന്ത്രങ്ങളാണ് നാരായണ സൂത്രവും പുരുഷ സൂത്രവും. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാം ശ്രീനാരായണ പരങ്ങളാണ്. ഉണ്ണി നാരായണ പരാവേദ ദേവാ നാരായണ നാരായണ പരാലോക നാരായണ പരാമഹ നാരായണ പരോ യോഗോ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി എന്ന നാരായണ സൂത്രത്തിലാണ് വേദങ്ങളെ പറയുന്നത്. വേദങ്ങളെ കൊണ്ട് പറയുന്നത് ശ്രീനാരായണമൂർത്തിയെയാണ്. വേദത്തിൽ പറയുന്നത് മുഴുവൻ നാരായണന്റെ മഹിമയാണ്. അപ്പൊ ആ വേദമാണ് ഇതിനൊക്കെ പ്രമാണമായിട്ട് പറയുന്നത്. ആ വേദം ശ്രീനാരായണ പദം തന്നെയാണ് വേദം. അതുപോലെ ദേവന്മാരൊക്കെ വാസ്തവം ദേവന്മാര് നാരായണ അംശങ്ങളാണ്. ദേവന്മാരൊക്കെ എല്ലാ ദേവന്മാരും ശ്രീനാരായണ അംശങ്ങളാണ്. അതുകൊണ്ട് ദേവന്മാരിൽ കൂടി പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്താൽ എത്തുന്നത് ശ്രീനാരായണ മൂർത്തിയിലാണ് എത്തുന്നത്. എല്ലാം ശ്രീനാരായണ പദങ്ങളാണ്. ദേവന്മാരൊക്കെ ശ്രീനാരായണന്മാരാണ്. ആ നാരായണന്റെ അംശത്തിനായി ഇതൊക്കെ ഉണ്ടായത്. എല്ലാവരും നാരായണാംശമാണ് ദേവന്മാര്. അതുപോലെ വേദങ്ങളൊക്കെ സ്തുതിക്കുന്നത് ശ്രീനാരായണനെയാണ്. നാരായണ പരാലോക ഈ ലോകവും വാസ്തവവും നാരായണൻ ഉണ്ടായതാണ്. ഈ ലോകവും നാരായണനാണ്. ലോകരും നാരായണൻ ഉണ്ടായതാണ്. ഈ ലോകം മുഴുവൻ ശ്രീനാരായണ സ്വരൂപമാണ്. അപ്പൊ പ്രപഞ്ചത്തെ ആകെ ശ്രീനാരായണ മൂർത്തിയായിട്ടാണ് കാണുന്നത്. എല്ലാം ശ്രീനാരായണനായിട്ടാണ്. നാരായണ പരാലോക നാരായണ പരാമഹ യാഗത്തിൽ കൂടിയിട്ട് അവിടെ പല പല ദേവന്മാരെയും പൂജിക്കേണ്ട പല പല ആചാരങ്ങളും നടത്തിയിട്ടാണ് പല ദേവന്മാരെയും വിളിച്ച് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പല പല രൂപത്തില് ശ്രീനാരായണമൂർത്തി തന്നെയാണ് യാഗത്തിന് വരുന്നത്. എല്ലാം അനുഗ്രഹിക്കാൻ ശ്രീനാരായണമൂർത്തിയാണ്. യാഗങ്ങളെ കൊണ്ട് ശ്രീനാരായണമൂർത്തിയാണ് സ്തുതിക്കുന്നത്. യാഗത്തിൽ പറഞ്ഞത് മുഴുവൻ ശ്രീനാരായണനെയാണ് പറഞ്ഞത്. യാഗവും ശ്രീനാരായണ പരങ്ങളാണ്. അതുപോലെ നാരായണ പരായോഗോ നാരായണ പരം തപ എല്ലാ യോഗങ്ങളും യോഗിച്ച മാർഗം വഴി നടത്തും. ഈ യോഗങ്ങളൊക്കെ ഭഗവാനെ സേവിക്കാനുള്ള വഴികളൊക്കെ ഏത് വഴിയിൽ പോയാലും എത്തേണ്ടത് ശ്രീനാരായണ പാദത്തിലാണ്. അതിന് പറഞ്ഞ യോഗവും നാരായണ പരങ്ങളാണ്. എല്ലാ യോഗവും നാരായണനെ സേവിക്കേണ്ടതാണ്. അപ്പൊ എല്ലാ മാർഗവും ശ്രീനാരായണ പരങ്ങളാണ്. നാരായണ പരം തപസ്സും ശ്രീനാരായണ പരങ്ങളാണ്. നാരായണ പരജ്ഞാനം ശരി അറിവും ഇത് തന്നെയാണ്. ശ്രീനാരായണനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. ശ്രീനാരായണമൂർത്തിയെയാണ് അറിയേണ്ടത്. ജ്ഞാനം ശ്രീനാരായണ പരങ്ങളാണ്. നാരായണ പരാഗതി എല്ലാവർക്കും ആശ്രയിക്കേണ്ട ആശ്രയസ്ഥാനം എല്ലാവരും എത്തിച്ചേരേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നാരായണ പരാഗതി നാരായണനാണ് അവസാനം എത്തിച്ചേരേണ്ടത്. എല്ലാവർക്കും ലക്ഷ്യസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ശ്രീനാരായണ പാദത്തിലേക്കാണ്. എല്ലാ കർമ്മങ്ങളെ കൊണ്ടും എല്ലാ യാഗങ്ങളെ കൊണ്ടും എല്ലാ ക്രിയകളെ കൊണ്ടും വേദങ്ങളെ കൊണ്ടും ഒക്കെ പറയുന്നത് അന്ത്യം ശ്രീനാരായണ പാദത്തെ ആശ്രയിക്കാൻ സാധിക്കണം. ആ ശ്രീനാരായണ പാദം എങ്ങനെയുള്ളതാണ്?
ഞാൻ നാരായണ പരാഗതി ആ പ്രാപ്യ സ്ഥാനം ഭഗവാൻ പോലും ആ പാദത്തെയാണ് ആശ്രയിക്കുന്നത്. ആശ്രയസ്ഥാനം അവിടെ എത്തേണ്ടത്, ഗതിയായിട്ട് അവിടെ എത്തേണ്ടത്, ആശ്രയിക്കേണ്ടത് ശ്രീനാരായണ മൂർത്തിയാണ്. അതും നാരായണ പാദത്തെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് ദ്വാദശസ്കന്ധത്തിലാണ് വ്യക്തമാക്കി ഭഗവാൻ കാണിക്കുന്നത്. അവിടെ പോലും ഭഗവാൻ പോലും ഇത്രയൊക്കെ പാദത്തിന്റെ മാധുര്യം ആൾക്കാരെ പറയുമ്പം ഭഗവാനും ആ പാദം കുറിച്ച് തർക്കുക ചെയ്യുന്നത്. തനിക്ക് പോലും ആശ്രയം തന്റെ പാദമാണെന്ന് കാണിച്ച രംഗം. അതും ആ പാദം അധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനം കാമവരുഷദ്യുധരുതിസലയം. ആ നാരായണ പാദത്തിന് എത്താൻ സാധിക്കുക ഗതി അതാണ്. നാരായണനെ ആശ്രയിക്കാനും യഥാർത്ഥത്തിൽ എത്തേണ്ട സ്ഥാനം ശ്രീനാരായണ പാദത്തിലാണ് പ്രാപ്യ സ്ഥാനം. അവിടെ അത് കാണിച്ചു. എല്ലാം നാരായണ പരങ്ങളാണ്. തസ്യാവി ദ്രഷ്ടുരീശസ്യ കോടസ്ഥസ്യ അഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദ. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവാഭിചോദ. ഭഗവാൻ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്ന പ്രപഞ്ചത്തെ ഭഗവാൻ സൃജ്യം സൃജാമി സൃഷ്ടോഹം. അങ്ങനെ ഭഗവാൻ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തെ ഭഗവാൻ കാണുന്ന. സൃജ്യം സൃജാമി സൃഷ്ടോഹം ഈക്ഷയൈവ അഭിചോദ. അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ള വസ്തുവിനെ ദൃഷ്ടൊരീശസ്യ ഭഗവാൻ തന്നെ കാണുന്നു. ഭഗവാൻ സർവേശ്വരനായ ഭഗവാൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ള ഭഗവാൻ വീണ്ടും അതിനെ കടാക്ഷിക്കുന്നു. ഭഗവാന്റെ കടാക്ഷമാണ് ശിഷ്ടോഹം ഈക്ഷയൈവ അഭിചോദിത. ഭഗവാന്റെ കടാക്ഷം ഇതിലേക്ക് വരുന്നു. ഭഗവാന്റെ കടാക്ഷം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സൃഷ്ടി വേണ്ട പോലെ ആവുന്നതാണ്. പ്രപഞ്ചത്തെ ഭഗവാൻ സൃഷ്ടിച്ചത് സത്വം രജ തമ ഇതി നിർഗുണസ്യ ഗുണാശ്രയ സ്ഥിതിസർഗ നിരോധേഷു ഗൃഹീത മായയാ വിഭോ. അങ്ങനെ ഭഗവാൻ സൃഷ്ടിക്കാൻ വേണ്ടി സർവേശ്വരനായ ഭഗവാൻ പ്രേരിപ്പിക്കുക. ആ ഭഗവാൻ തന്നെ 3 ഗുണത്തെ കൊണ്ട് 3 രൂപത്തെ സ്വീകരിച്ച് 3 പേരായിട്ട് ശോഭിക്കുന്നു. 3 ഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ഇരുന്ന് നിർഗുണനായ ഭഗവാൻ ഗുണങ്ങളെ സ്വീകരിച്ച് സൃഷ്ടിക്കുന്നു. അതുപോലെ അത് രക്ഷിക്കുന്നു. അതിനെ സംഹരിക്കാൻ വേണ്ടി മായ കൊണ്ട് 3 രൂപത്തെ ഭഗവാൻ സ്വീകരിക്കുന്ന സർവേശ്വരനായ ഭഗവാനാണ്. സൃഷ്ടിക്കാൻ വേണ്ടി രജോ ഗുണത്തെ സ്വീകരിച്ച് ബ്രഹ്മാവായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. അതുപോലെ ഈ സൃഷ്ടിച്ച ഇതിനെ പരിപാലിക്കാനായിട്ട് സത്വഗുണത്തെ സ്വീകരിച്ച വിഷ്ണുവായിട്ട് ഇരിക്കുന്നതും ഈ ഭഗവാനാണ്. ഇത് കാലായി കഴിഞ്ഞാൽ സംഹരിക്കാൻ വേണ്ടി തമോഗുണത്തെ സ്വീകരിച്ച് രുദ്രനായിട്ടും ഇരിക്കുന്നത് ഈ ഭഗവാനാണ്. എന്നാൽ ഈ ഭഗവാൻ ഇങ്ങനെയൊക്കെ ശോഭിക്കുകയാണെങ്കിലും ഭഗവാൻ ഇതായിട്ടൊന്നും കാരണകർത്താത്മാ ദിവ്യജ്ഞാന ക്രിയാശ്രയ ബധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണ. ഭഗവാൻ ഇതിനു വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങള് അതുപോലെ ദേവന്മാരെ സൃഷ്ടിക്കുക, ഇന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഭഗവാൻ ഈ ഗുണങ്ങളെ ഉപയോഗിച്ചാണ് സൃഷ്ടിക്കുന്നതെങ്കിലും അത് മായയും പ്രയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ട് ഭഗവാൻ ഇതൊന്നും ബാധകമല്ലെങ്കിലും ഈ മായ സൃഷ്ടിച്ച വസ്തുക്കളെ ബാധിക്കൊണ്ട് ഈ മായയ്ക്ക് അധീനരാകുന്നു. സൃഷ്ടി കഴിഞ്ഞുള്ള ആൾക്കാരൊക്കെ ഈ മായയ്ക്ക് അധീനരായി വർത്തിക്കുന്നു. അങ്ങനെ മായയ്ക്ക് അധീനമാവുകൊണ്ട് ഉണ്ടാവുന്നത് നിത്യതാമുക്തം മായിനം പുരുഷൻ ഗുണ. ഈ മായയ്ക്ക് അധീനമാവുകൊണ്ട് ഈ ഇവിടുത്തെ ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നത് വാസ്തവം ബന്ധം ഉണ്ടാവുന്നു. മായ കൊണ്ടാണ് ബന്ധം ഉണ്ടാവുന്നത്. അങ്ങനെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവുന്നു. സൃഷ്ടിച്ച് ഭഗവാൻ സൃഷ്ടിപ്പെട്ട നമ്മളൊക്കെ മായ ബാധിക്കേണ്ട ഈ മായ ബാധിക്കൊണ്ടാണ് ഇവിടെ ഈ സൃഷ്ടിച്ച വസ്തുക്കളെ കൊണ്ട് നമ്മൾക്ക് ബന്ധം ഉണ്ടാവുന്നു. അങ്ങനെ ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ജീവൻ ഈ
വന്നു കഴിഞ്ഞാൽ അവിടെ ദുഃഖമുണ്ട്. ബന്ധം ഉണ്ടായാൽ ആദ്യം ഉണ്ടാവുക ദുഃഖം. കാരണം എന്റേതെന്ന് തോന്നുക, ഈ മായ കൊണ്ട് തോന്നുക എന്റേതെന്ന് തോന്നുക, വാസ്തവം എന്റേതല്ല. ഭഗവാൻ ഞാനാണെങ്കിൽ നിർഗുണ ബ്രഹ്മം തന്നെ ഈശ്വരനാണെങ്കിലും നമ്മൾ ഈ മായ ബാധിക്കൊണ്ട് നമ്മൾ യഥാർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. മായ ബാധിക്കൊണ്ട് ബന്ധനായി വരുന്നു. ബദ്ധനായി കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ദുഃഖത്തെയും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. ആധ്യാത്മികമായ ദുഃഖവും ആദി ഭൗതികമായ ദുഃഖവും ആദി ദൈവികമായ മൂന്നത്തിലുള്ള ദുഃഖവും നമുക്ക് ഉണ്ടാവും. ഈ ബന്ധം ഉണ്ടാവുകൊണ്ടാണ് ഈ മൂന്ന് ദുഃഖത്തെയും ഇല്ലാതാക്കാനാണ് വിശ്വപീഡാപഹത്യൈശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. വിശ്വത്തിന്റെ പീഡ ഈ തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള ദുഃഖവും കർമ്മസ്കന്ധം ആദ്യ ശ്ലോകമെന്ന് പറഞ്ഞ ആദ്യത്തില് ആ താപത്രയോന്മൂലനം, ഈ താപത്രയങ്ങളെയും ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖത്തെ താപത്രയങ്ങൾ ആദി ഭൗതികമായും ആദി ദൈവികമായും ആധ്യാത്മികമായിട്ടും ഉണ്ടാവുന്ന ക്ലേശങ്ങൾ, ഈ ക്ലേശങ്ങൾ ഇല്ലാതാവാൻ ചെയ്യേണ്ടത് പുരുഷനായ ശ്രീഹരിയെ സർവാത്മന ആശ്രയിക്കാൻ വേണ്ടത്. ഇവിടെ മായ നിമിത്തം നമ്മൾ ബദ്ധനായി പോകുന്നു. അപ്പൊ ഞാൻ ചെയ്യുന്നു, ഞാൻ എന്റെ കർമ്മമാണ് എന്ന് തോന്നുന്നു, മായ കൊണ്ട് തോന്നുകയാണ്. ഇതൊന്നൊക്കെ മായ മാറാൻ, ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ, ഈ മൂന്ന് ദുഃഖത്തിൽ നിന്നും കരകയറാൻ ഈശ്വരനെ സേവിക്കണം. ശേഷ ഭഗവാൻ ലിംഗൈ സ്ത്രീഭിരേഭിരധോക്ഷയ സ്വരക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമജേശ്വര. ഹേ നാരദാൻ ശ്രീനാഥം ബ്രഹ്മദേവൻ പറയാ, അത്ര മഹിമുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ വിഷയത്തേക്ക് മനസ്സിനെ പിടിച്ചു കൊണ്ടുപോകണു. അതും ത്രിഗുണങ്ങളായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തിലേക്ക് മനസ്സ് പോകും തോറും ദുഃഖം മാത്രമാണ്. ആ വിഷയത്തൊന്നും മനസ്സിനെ എടുത്തിട്ട് ഈശ്വരന് കളി വെച്ചാൽ സുഖമായി. ഇട്ടിൽ വെക്കിയതുകൊണ്ട് വിഷയത്തേക്ക് പോകുന്ന മനസ്സിനെ അവിടുന്ന് പിടിച്ച് ഇന്ദ്രിയങ്ങൾ അവിടെ കൊണ്ടുപോവാണ്. അത് പിടിച്ച് ഇങ്ങനെ എടുത്തത് ആ യഥാർത്ഥ തത്വത്തിലേക്ക് ഭഗവാനിലേക്ക് മനസ്സിനെ വെച്ചാൽ ഭഗവാനാണ് സൃഷ്ടിക്കുന്നത്, എനിക്കിതായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, എൻ്റെ ആത്മാവായി ശോഭിക്കുന്നത് ശ്രീഹരിയാണെന്ന ഉറപ്പ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഈ മായ ബാധിക്കാതായി. മായ എല്ലാവരെയും ബാധിക്കും. കാരണം ഭഗവാന്റെ പുഞ്ചിരിയാണ് മായ. മായ ബാധിക്കാതിരിക്കാൻ ഈശ്വരനെ സേവിക്കുക തന്നെ വേണം. കാലം കർമ്മ സ്വഭാവഞ്ച മായേഷോ മായയാ സ്വയ ആത്മൻ യദൃച്ഛയാ പ്രാപ്തം വിഭൂഷുരുപാദത്തെ. ഭഗവാൻ കാലം ഈശ്വരൻ ലോകത്തെ സൃഷ്ടിക്കുന്നുണ്ട്, സൃഷ്ടിച്ച ലോകത്തെ സംരക്ഷിക്കുന്നുണ്ട്, അതിനെ രക്ഷിക്കണം സംഹരിക്കണം ചെയ്യുന്നുണ്ട്. ഇതായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ലാത്ത ആ ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ ശോഭിക്കുന്നത് എന്ന ഭാവത്തില് ആ മമതാഭാവത്തെ വിട്ട് ആ മായയെ വിട്ടു കഴിഞ്ഞാൽ ജീവൻ ആത്മാവ് പരിപൂർണ ബ്രഹ്മം സർവേശ്വരൻ തന്നെയാണെന്ന് തോന്നുന്നു. ആ മായ ഭഗവാനാണെങ്കിൽ ഈക്ഷണം എന്ന ലീല കൊണ്ട് മായയെ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ മഹത്വത്വം ഉണ്ടാവുന്നു. മഹത്വത്വം അഹങ്കാരമായിട്ട് മാറുന്നു. അങ്ങനെ ഈ സൃഷ്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ ഒരുക്കുന്നു. ഭഗവാൻ തന്നെയാണ് മായയെ സൃഷ്ടിച്ച് അതൊന്നും മഹത്വത്വത്തെ ഉണ്ടാക്കി ഈ മഹത്വത്തെ അഹങ്കാരമാക്കി മാറ്റി നിങ്ങൾ കാലങ്ങളെ കൊണ്ട് ഇത് ഭഗവാൻ തന്നെ ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെ കാലാഗുണ വ്യതികര പരിണാമ സ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഹുൽ. ഇങ്ങനെ ഈശ്വരൻ കാലത്ത് നിന്നും ഈ സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും വിട്ട് ഇത് നിർഗുണനായ ഭഗവാൻ തന്റെ നോട്ടം കൊണ്ട് മായയെ ക്ഷോഭിപ്പിക്കുന്നു. അങ്ങനെ ക്ഷോഭിപ്പിച്ചാല് അതൊന്നും ഉണ്ടാവുന്നതാണ് കർമ്മത്തൊന്നും ഉണ്ടാവുന്നതാണ് മഹത്വത്വം എന്ന് പറഞ്ഞു. ഈ മഹത്വത്വം തന്നെയാണ് വിപുലുവാണാൽ തമോബ്രഹ്മിതാൽ തമപ്രധാനസ്തു അഭവ ദ്രവ്യജ്ഞാനക്രിയാത്മക. ഈ അഹങ്കാരത്തും മഹത്വത്തൊന്നും അഹങ്കാരത്വമായിട്ടത് മാറുന്നു. ആ അഹങ്കാരം തന്നെ മൂന്നായിട്ട് വാഴുന്നു. രജോ ഗുണവും സത്വഗുണവും അധികരിച്ചു കൊണ്ട് വരുന്നു. അവിടെ തമോ ഗുണം കുറയുന്നു. ചിലപ്പോൾ തമോ ഗുണം അധികരിച്ചു വരുന്നു, രജോ ഗുണം കുറയും.
ഇങ്ങനെ ഗുണം ഇങ്ങനെ കയറിയും കുറഞ്ഞുകൊണ്ടും 3 തരം ഗുണം അധികം ആൾക്കാരിലും ഈ 3 ഗുണമുണ്ട്. ചില ആൾക്കാരിൽ രജോ ഗുണം കുറവാണ്, ചിലരിൽ സത്വഗുണം കുറവാണ്, ചിലരിൽ തമോ ഗുണം കുറവാണെന്നുള്ളൂ. എല്ലാവരിലും ഈ 3 ഗുണവും എല്ലാവരിലും ഉണ്ട്. അത് അളവിന് മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. തമോ ഗുണം അധികമാണെങ്കിൽ ഉണ്ടാവുന്നത് ഉറക്കം വേഗം വരിക, അല്ലെങ്കിൽ മറ്റു വേണ്ടാത്ത കുറ്റം പറയല്, മാംസഭക്ഷണം, ഇതൊക്കെ വേണം തോന്നുന്ന ആൾക്കാരാണ് തമോ ഗുണം അധികമുള്ള ആൾക്കാർ. രജോ ഗുണം ആണെങ്കിൽ അവനവൻ്റെ മേനി പറയുക, അതുപോലെ തന്നെ വിഷയസുഖങ്ങളായ കാര്യങ്ങൾ പറയലാണ് രജോ ഗുണത്തിൽ. സത്വഗുണത്തിലാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയുക. ഇങ്ങനെ ഈ 3 ഗുണം ഇതിൽ നിന്നുണ്ടാവുന്നതാണ്. ഈ അഹങ്കാരത്തിൽ നിന്നാണ് ഈ 3 ഗുണങ്ങളും വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരിലും പൊതുവെ എല്ലാവരിലും ഈ 3 ഗുണമുണ്ട്. അളവിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇതി പ്രഭോ. സർവേശ്വരനായ ഭഗവാൻ താമസാഹങ്കാരത്തെ കൊണ്ടാണ് ഈ ദ്രവ്യശക്തിയും ജ്ഞാനശക്തിയും ഉണ്ടാക്കുന്നത്. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, 3 ശക്തി. ആ 3 ശക്തിയെ താമസാഹങ്കാരം കൊണ്ടാണ് ദ്രവ്യശക്തിയെ ഉണ്ടാക്കുന്നത്. തേജസാഹങ്കാരം, രാജസാഹങ്കാരം കൊണ്ടാണ് ക്രിയാശക്തിയെ ഉണ്ടാക്കുന്നത്. സാത്വികാഹങ്കാരം കൊണ്ട് ജ്ഞാനശക്തിയെയും ഭഗവാൻ ഉണ്ടാകും. സാത്വികാണെങ്കിൽ അറിവ് വേണമെന്ന് വിചാരിക്കും. സാത്വികാഹങ്കാരക്കാർക്ക് ഉറക്കം കുറയും, മറ്റതൊക്കെ വേണ്ടാത്ത വികാരങ്ങൾ കുറയും. അപ്പം അറിവ് നേടുന്നത് വിചാരിക്കുന്ന ആൾക്കാരാണ് സാത്വികാഹങ്കാരമുള്ള ആൾക്കാര്. മറ്റത് ശക്തി രാജസം ഉണ്ടാവുകൊണ്ട് കൈകൾക്ക് ശക്തി കൂടും, ക്രിയ ചെയ്യാനുള്ള ബുദ്ധപാടാണ് അവർക്ക്. ഓരോരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സ് പോകും. താമസാഹങ്കാരാണെങ്കിൽ അത് ദ്രവ്യത്തിനാണ് പ്രാധാന്യം. ഇങ്ങനെ താമസാഹങ്കാരം, രാജസാഹങ്കാരം, സാത്വികാഹങ്കാരം. താമസാദവിഭൂതാദേർ വികുർവാണാദഭൂന്നഭ തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗം യദൃഷ്ടോ. ഈ ഭൂതങ്ങളുടെ സൃഷ്ടി പറയാൻ കൊടുക്കും. താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ മഹാഭൂതങ്ങൾ ഉണ്ടായത്. താമസാദവി ഭൂതാദേർ വികുർവാണാദഭൂന്നഭ തസ്യ മാത്ര ഗുണശബ്ദോ ലിംഗം യദൃഷ്ടോ. താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ മഹാഭൂതങ്ങൾ ഉണ്ടാവുന്നത്. അതും ആ മഹാഭൂതങ്ങൾ ഉണ്ടാവാൻ പുറപ്പെടുമ്പോൾ നഭസോദ വികുർവാണാദഭുൽ സ്പർശഗുണോനില പരാന്വയ ശബ്ദവാംശ പ്രാണവോജസ്വഹോബലം. ആദ്യം താമസാഹങ്കാരത്തിൽ നിന്നും 5 തന്മാത്രകളിൽ ആദ്യമായിട്ട് വരുന്നത് ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം എന്നാണ് വീതുന്നത്. ആദ്യം തന്നെ ശബ്ദമാണ് ഉണ്ടാവുന്നത്. ഈ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്നും ശബ്ദത്തിൽ നിന്നും അതിൻ്റെ വികസിത രൂപമായ ആകാശം ഉണ്ടാവുന്നതാണ്. ശബ്ദം സഞ്ചരിക്കാൻ വഴിയാണ്. അതിനാൽ ശബ്ദത്തിൻ്റെ വികസിത രൂപമായ ആകാശം ഇതാണ്. ഇങ്ങനെ ക്രമേണ സൃഷ്ടി വരുമ്പോൾ ഇതുപോലെ തന്നെ ലയിച്ച് അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഉണ്ടാവുന്നത് താമസാഹങ്കാരത്തിൽ നിന്ന്. അതും ആദ്യം തന്നെ ശബ്ദം എന്നുള്ള തന്മാത്ര, അതൊന്നും മഹാഭൂതമായ ആകാശം ഉണ്ടാവുന്നു. പിന്നെ ശബ്ദം കഴിഞ്ഞാൽ സ്പർശം ഉണ്ടാവുന്നു. സ്പർശത്തൊന്നും അതിൽ വായു ഉണ്ടാവുന്നു. ലിംഗം സ്പർശത്തൊന്നും വായു ഉണ്ടാവുന്നു. പിന്നെ വായുവിൽ നിന്നും ഉണ്ടാവുന്ന ശബ്ദം, സ്പർശ, രൂപം എന്നുള്ള തന്മാത്ര ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നും അഗ്നി ഉണ്ടാവുന്നു. രൂപത്തൊന്നും അഗ്നി ഉണ്ടാവുന്നു. ശബ്ദ, സ്പർശ, രൂപ, രസത്തൊന്നും വെള്ളം ഉണ്ടാവുന്നു. ഘ്രാണത്തൊന്നും ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധത്തൊന്നും ഭൂമി എന്ന മഹാഭൂതത്തെയും സൃഷ്ടിക്കുന്ന പഞ്ചഭൂതങ്ങള്, പഞ്ചന്മാത്രകള്, അതിൽ ഓരോന്നിനും ഓരോരോ ഗുണം അധികരിക്കുന്ന. അപ്പം ആകാശത്തിന്റെ ഗുണം ശബ്ദം, അതിന് ആ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ മഹാഭൂതമായ വായുവിന് ശബ്ദവും ഉണ്ട്, സ്പർശവും ഉണ്ട്. മൂന്നാമത്തെ മഹാഭൂതമായ അഗ്നിക്ക് ശബ്ദവും ഉണ്ട്, സ്പർശവും ഉണ്ട്, രൂപവും ഉണ്ട്. അഗ്നിയെ കാണാൻ, വായുവിനെ കാണാൻ പറ്റുന്നില്ല.
പിന്നെ ശബ്ദ സ്പർശ രൂപ രസം. ഈ വെള്ളത്തിന് ഈ 4 ഗുണമുണ്ട്, ഭൂമിക്ക് ഈ 5 ഗുണമുണ്ട്. ഇങ്ങനെ വായോരവി വികുറുവാണാൽ കാലകർമ്മ സ്വഭാവതേജോ വൈ രൂപവൽ സ്പർശ ശബ്ദവൽ. ഇതൊന്നും കാലത്തിന്റെ കർമ്മത്തിനനുസരിച്ച് വായിൽ നിന്നും അഗ്നി ഉണ്ടാവുക, അഗ്നിയിൽ നിന്നും രൂപം ഉണ്ടാവുക, രൂപത്തിൽ നിന്നും ഇങ്ങനെ ഓരോന്നും ക്രമത്തില് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ക്രമത്തിൽ ഉണ്ടാവണു. അതൊന്നും മഹാഭൂതങ്ങൾ ഉണ്ടാവണു. വൈകാരികാൻ മനോജജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാദാക്ക പ്രജേദോഷി വന്യീന്ദ്ര ഹോമേന്ദ്രമിത്രക. സാത്വികാഹങ്കാരത്തുനിന്ന് മനസ്സുണ്ടാവണം. വൈകാരികാൻ മനോജജ്ഞേ സാത്വികാഹങ്കാരത്തൊന്നും മനസ്സുണ്ടാവണം. അതല്ല, അതൊന്നും സാത്വികാഹങ്കാരത്തിൽ കൂടി മനസ്സ്, അതുപോലെ ദേവന്മാര് അതൊക്കെ ഉണ്ടാവണം. സാത്വികാഹങ്കാരം മനസ്സും അതിൻ്റെ ദേവതകളും ഉണ്ടാവണം. മനസ്സിന്റെ പ്രധാന ദേവതയാണ്, മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. അതാണ് മനസ്സ് ശുദ്ധാണോ എന്ന് അറിയാൻ ചന്ദ്രനെ പോലെ ചിരിച്ചുകൊണ്ട് വളർന്നൊക്കെയാണ്. മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. പിന്നെ ഈ ദിക്കിന്റെ ദേവത വായു, സൂര്യൻ, അഗ്നി, അഗ്നി, ചന്ദ്രൻ, ഉപേന്ദ്രൻ, ഇവരൊക്കെ ദേവതകളായുള്ള ഇതും ഉണ്ടാവണം. 10 ഇന്ദ്രിയങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാവണം. ഇന്ദ്രിയാശു ദേവന്മാരുണ്ടാവണം. രാജസാഹങ്കാരത്തൊന്നും അതുപോലെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ അഹങ്കാരത്തൊന്നും ഓരോന്ന് ഉണ്ടാവുന്ന അവസ്ഥയും ഇന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നത്. ശ്രോത്രം, ഘ്രാണം, ജിഹ്വ എന്നുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കർമ്മേന്ദ്രിയങ്ങള്, ഇവ അന്യോന്യം കൂടിച്ചേരാതെ നിന്നപ്പോഴാണ് കൂട്ടിച്ചേർക്കാൻ ഭഗവാൻ എല്ലാവരുടെയും കൂട്ടിച്ചേർത്തപ്പം ഇത് ബ്രഹ്മാണ്ടമായി ശോഭിച്ചു. ആ ബ്രഹ്മാണ്ടം ഭഗവാൻ നിന്നാണ് ഉണ്ടായത്. വർഷപൂക സഹസ്രാന്തേ തദണ്ഡമുടേശയം കാലകർമ്മ സ്വഭാവസ്ഥോ ജീവോമജീ. ബന്ധപ്പെടാതെ കണ്ട് ഇവര് വേറെ വേറെ നിൽക്കുമ്പം ഭഗവാൻ തന്റെ ശക്തിയെ അതിലേക്ക് കലർത്തിയപ്പം അത് കൂടി യോജിച്ചു. അങ്ങനെ ചൈതന്യം ഇല്ലാത്ത അതിനെ ഭഗവാൻ ചൈതന്യവത്താക്കി തീർത്തു. ഭഗവാൻ ആ ചേർന്നപ്പം അത് ചൈതന്യം ഉണ്ടായിക്കഴിഞ്ഞു. ആ പരമാത്മാവ് ശോഭിച്ചു. ആ പരമാത്മാവ് തന്നെയാണ്. പരമാത്മാവ് ഇതിനെ അത് വേറെയാക്കി തീർത്തു. ആ പരമാത്മാവ് ഈ ഭഗവാന്റെ ചൈതന്യമായിട്ട് അത് അനവധി ശിരസ്, കാല, കയ്യ തുടങ്ങിയ രൂപമായിട്ട് സഹസ്രോർവന്ധി ബാഹു അക്ഷ സഹസ്രാൻ അനശീർഷവാൻ. ആയിരക്കണക്കിന് ശിരസ്, പാദങ്ങള്, കൈകള്, തുടകള്, കണ്ണുകള്, മുഖങ്ങളായിട്ട് വേദത്തിലെ പുരുഷസൂത്രത്തിൽ പറഞ്ഞുള്ള ഭഗവാന്റെ സ്വരൂപം ഇതൊന്നും ഉണ്ടായിക്കഴിഞ്ഞു. അങ്ങനെ അതിൽ നിന്നും ഓരോരോ ഭാവത്തെയും വേറെ വേറെ ഉണ്ടായി. ആ പുരുഷസൂത്രത്തിൽ പറഞ്ഞ ഭഗവാന്റെ ഓരോരോ അവയവത്തിൽ നിന്നുമാണ് ഓരോന്നുണ്ടായത്. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേതസ്യ ബാഹവ ഊർവോർ വൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോഭ്യജായത. ഭഗവാന്റെ മുഖത്തുനിന്നാണ് പുരുഷസ്യ മുഖം ബ്രഹ്മ. ഭഗവാന്റെ മുഖമാണ് വാസ്തവം. ബ്രാഹ്മണര് മുഖത്തുനിന്നാണ് ബ്രാഹ്മണരുണ്ടായത്. ക്ഷത്രമേതസ്യ ബാഹവ, കൈകളിൽ നിന്നും ക്ഷത്രിയന്മാരുണ്ടായി. ഓർവോർ വൈശ്യോ ഭഗവത, ഭഗവാന്റെ ഊരുവിൽ നിന്ന് തൊടയിൽ നിന്നാണ് വൈശ്യന്മാരുണ്ടായത്. പദ്ഭ്യാം ശൂദ്രോഭ്യജായത, ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ശൂദ്രന്മാരുണ്ടായത്. ഇതൊന്നും വാസ്തവം വേറെയല്ല. പുരുഷന്റെ മുഖമാണ് ബ്രാഹ്മണര്, പുരുഷന്റെ കൈകളാണ് ക്ഷത്രിയര്, പുരുഷന്റെ തൊടയാണ് വൈശ്യര്, പാദമാണ് ശൂദ്രൻ. ഇത് വേറെ വേറെ പറ്റും. എല്ലാം കൂടിയാലേ പൂർണ്ണാവുള്ളൂ. അപ്പൊ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഇതെല്ലാം ഇതിന് വേണ്ടത് തന്നെയാണ്. ഇവിടെ വേണ്ടത് തന്നെയാണ് എല്ലാം. ആ ഭഗവാൻ ഈ ബ്രഹ്മാണ്ടത്തെയാണ് ഭഗവാൻ 3ആക്കി മാറ്റി. ആദ്യം, പിന്നെ അനവധിയാക്കി മാറ്റിയ രംഗം 14 ലോകമാക്കി മാറ്റി. പ്രധാനമായിട്ട് ഭൂലോക കൽപ്പിത പദ്യം ഭുവർലോകോസ്യ നാഭിത
ഹൃദാ സ്വർലോക ഉരസ മഹർലോകോ മഹാത്മന. പ്രധാനമായിട്ട് ഭഗവാൻ സർവേശ്വരനായ ഭഗവാൻ ഈ പാദത്തിലെ ഭൂമിയെ സങ്കല്പിച്ചു. ഭൂലോക കൽപ്പിതഭ്യാം പാദത്തെ ഭൂമിയായി സങ്കല്പിച്ചു വെച്ചു. നാഭിയാണെങ്കിൽ ഭുവർലോകോസ്യ നാഭിര ഭുവർലോകത്തെ നാഭിയായിട്ട് സങ്കല്പിച്ചു. ഭൂലോക കൽപ്പിതഭ്യം ഭുവർലോകോസ്യ നാഭിത ഹൃദ സ്വർലോക ഉരസ മഹർലോകോ മഹാത്മന. ഇങ്ങനെ ഭൂമിയെ പാദത്തിന്റെ അടിഭാഗത്തെ ഭൂമിയായിട്ടും നാഭിയെ ഭുവർലോകമായിട്ടും ഹൃദയത്തെ സ്വർലോകമായിട്ടും മാറിനെയാണ് പുരസ മഹർലോകോ മഹാത്മന. മാറിനെയാണ് മഹർലോകമായിട്ട് സങ്കല്പിച്ചു. ഗ്രീവായം ജനലോകശ്ച തപോലോകസ്തനദ്വയാൽ മൂർധവി സത്യലോകസ്തു ബ്രഹ്മലോകസ്തനാഥന. അവിടുന്ന് മേൽപ്പെട്ടുള്ള ഓരോ ലോകങ്ങളെ കഴുത്തിലാണ് ജനോലോകം, സ്ഥലങ്ങളിലാണ് തപോലോകം, മൂർധാവിലാണ് സത്യലോകം. സത്യലോകസ്തു ബ്രഹ്മലോകസ്തനാഥന. സത്യലോകം മൂർധാവിലാണ് കൽപ്പിച്ചു വെച്ചത്. ഇങ്ങനെ പുരുഷന്റെ ആ അവയവത്തിൽ തന്നെ ഓരോരോ ലോകങ്ങളെ മേൽപ്പെട്ട് കൽപ്പിച്ചു വെച്ചു. സത്യലോകം വരെ വർണ്ണിച്ചു. കീഴ്പ്പെട്ടും അതുപോലെ തന്നെയാണ്. തൽക്കട്യം ചാതരം കൃപ്തം ഊരുഭ്യാം വിതരം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം സുതലാതലം. അരക്കെട്ടിലാണ് തൽക്കട്യം ചാതലം. അതലലോകം ഭഗവാന്റെ അരക്കെട്ടായിട്ട് കണ്ടോളണം. അതുപോലെ ഭഗവാന്റെ ഊരുഭ്യാം തുടകളാണ് വിതലം ലോകം, മുട്ടുകളാണ് സുതലം, കണങ്കാലുകളാണ് തലാതലം. കീഴ്പട്ട് ലോകം അതുപോലെ കാണുന്നതാണ്. എല്ലാവർക്കും നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപം എവിടൊക്കെ മനസ്സ് പോയാലും ഭഗവാന്റെ രൂപത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പം അതലം വിതലം സുതലം തലാതം തുടങ്ങിയ ലോകങ്ങള്, അതുപോലെ മഹാതലം ഗുൽഭാഭ്യാം പ്രമദാഭ്യാം രസാതലം പാതാളം പാതല ഇതി ലോകമയക്കുമാൻ ഗുൽഭാഭ്യാം മഹാതലം. എരിയാണികളിലാണ് മഹാതലത്തെ കണ്ടത്. കാലിന്റെ പുറഭാഗത്താണ് രസാതലം കണ്ടാൽ. പാദത്തിന്റെ അടിഭാഗമാണ് പാതാളമായിട്ട്. ഇങ്ങനെ 14 ലോകം ശ്രീഹരിയുടെ ആ പൊന്ന തിരുമേനിയായിട്ട് കാണണം. അപ്പൊ എങ്ങോട്ടൊക്കെ എന്തൊക്കെ കണ്ടാലും ഭഗവാന്റെ പുരുഷന്റെ ഈ സ്വരൂപത്തെ കണ്ടാൽ അതിലെ ഓരോരോ അവയവും ഓരോ ലോകമായിട്ട് കാണാൻ സാധിക്കും. ഭൂലോക കൽപ്പിതപദ്യം ഭുവർലോകോസ്യ നാഭിത സ്വർലോക കൽപ്പിതോ മൂർധന ഇജിവാ ലോകർപ്പന. ലോകങ്ങൾ 14 ലോകത്തെ ഭഗവാൻ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടാണ്. കാലുകളെ ഭൂലോകമായിട്ടും നാഭിയെ ഭൂലോകമായിട്ടും ശിരസിനെ സ്വർലോകമായിട്ടും പ്രത്യേകം കാണാം. സ്വർലോകമായിട്ടും കാണാം. അങ്ങനെ പുരുഷന്റെ ഈ അവയവം കണ്ടാൽ പുരുഷന്റെ ഈശ്വരൻ നമ്മളൊക്കെയാണ്. ആത്മാവായിട്ട് നമ്മൾ ശോഭിക്കുമ്പം നമ്മളും നമ്മളെ അവയവത്തേക്ക് ഓരോന്നിൽ നോക്കുമ്പം അവിടെ ഈശ്വരനായിട്ട് കാണുന്ന. അപ്പൊ എങ്ങോട്ടൊക്കെ ദൃഷ്ടി പോയാലും അല്ലെങ്കിൽ മനസ്സ് പോയാലും പോണത് മുഴുവൻ ഭഗവാന്റെ സ്വരൂപത്തേക്കാണ്. അപ്പൊ കയ്യിലേക്ക് പോയാൽ ദേവന്മാരാണ് ധരിക്കുക. പാദത്തിൽ പോയാൽ അത് പാതാളമായിട്ട് കാണാം. ഇങ്ങനെ ഓരോരോ ലോകത്തും എല്ലാ ലോകവും നമ്മൾ ഹരിയം തന്നെയാണ്. ലോകം നമ്മൾ തന്നെയാണ്. ഈ ലോകം ഈ 14 ലോകം നമ്മളുടെ ശരീരമാണ്. അതിൽ ശോഭിക്കുന്ന ക്ഷേത്രജ്ഞനാണ് നമ്മളുടെ ആത്മാവ്. അവ സർവേശ്വരനായ ഉള്ളിൽ ഭഗവാൻ തന്നെ ഇരിക്കുന്നു. ഭഗവാൻ തന്നെ തന്റെ വീക്ഷണം കൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു. 14 ലോകവും ഭഗവാൻ തന്റെ അവയവമാക്കി മാറ്റിയിട്ട് സൃഷ്ടിച്ച് എല്ലാവരെയും എങ്ങോട്ടൊക്കെ ദൃഷ്ടി പോകുന്നുണ്ടോ, എങ്ങോട്ടൊക്കെ മനസ്സ് പോകുന്നുണ്ടോ അവിടെയൊക്കെ ഈശ്വരരൂപത്തെ കാണാൻ സാധിക്കാനാണ് ഈ വർണ്ണനയിൽ കൂടി ഭാഗവതം പറയുന്നത്. ഈശ്വരരൂപത്തെ എങ്ങോട്ട് പോയാലും ഭഗവാന്റെ ഏത് അവയവത്തേക്ക് പോയാലും അല്ലെങ്കിൽ നമ്മളുടെ ഏത് അവയവത്തേക്ക് പോയാലും
ഇതൊക്കെ നമുക്കുള്ള അവയവമാണ്. ഈ ഏത് അവയവത്തേക്ക് നമ്മളെ ദൃഷ്ടി പോയാലും നമ്മൾ തൊട്ടുപോയാലും നമ്മൾ കണ്ടുപോയാലും ഇതൊക്കെ ഭഗവാന്റെ അവയവമായിട്ട് ഇതെന്താണ് ഓരോ ലോകവും ഉണ്ടായതെന്ന ഭാവത്തിൽ ആ വിശ്വരൂപിയായ ശ്രീഹരിയെ നിറഞ്ഞു തൊഴില. വിശ്വരൂപിയായ ശ്രീഹരിയാണ് തസ്മൈ നമോസ്തുമേ, തസ്മൈ നമോസ്തു നമസ്കരിക്കാനാണ് ഇവിടെ ബ്രഹ്മദേവൻ നാല് മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. പിന്നെയും പറഞ്ഞ ഭാഗം അടുത്ത അധ്യായത്തിൽ ഒരു വായിക്കാം. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി ശ്രീകൃഷ്ണദേവമനിശം ഹൃദി ഭാവയാമി. ശ്രീകൃഷ്ണായ നമഃ. ഗുരുവായൂരപ്പ. അഥ ദ്വിതീയസ്കന്ധേ ഷഷ്ഠോധ്യായ. ബ്രഹ്മോവാച വാചാം വന്യേർമുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവാം ഹവ്യകവ്യാമൃതാന്നാനാം ജിഹ്വാ സർവരസസ്യ ച സർവാസൂനാം ച വായോശ്ച തന്നാസേ പരമായനേ അശ്വിനോരോഷധീനാം ച ഘ്രാണോ മോദപ്രമോദയോ രൂപാണാം തേജസാം ചക്ഷുർദിവഃ സൂര്യസ്യ ചാക്ഷിണീ കർണോ ദിശാം ച തീർത്ഥാനാം ശ്രോത്രമാകാശശബ്ദയോ തദ്ഗാത്രം വസ്തുധാരാണാം സൗഭഗസ്യ ച ഭാജനം തുകസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ചൈവ ഹി രോമാണ്യുദ്ഭിജാതീനാം യേർവായജ്ഞസ്തു സംപ്രദ കേശശ്മശ്രുനഖാന്യസ്യാശിലാലോഹാഭ്രവിദ്യുതാം ബാഹവോ ലോകപാലാനാം പ്രായശക്ഷേമകർമ്മണാം വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ധർണസ്യ ച സർവകാമൂലസ്യാപി ഹരേശ്ചരണാസ്പദം അപാം വീര്യസ്യ സർഗസ്യ പർജന്യസ്യ പ്രജാപതേ പുംസശിഷ്ണ ഉപസ്ഥസ്തു പ്രജാത്യാനന്ദനിർവൃതേ പായുരേമസ്യ മിത്രസ്യ വിമോക്ഷസ്യ നാരദ ഹിംസായാ നിർവൃതേർമൃത്യോർനിരയസ്യ ഉദസ്മൃതാം പരാഭൂതേരധർമ്മസ്യ തമസശ്ചാപി പശ്ചിമാ നാട്യോ നദനദീനാം തു ഗോത്രാണാമസ്തി സംഹരി അവ്യക്തരസസിന്ധൂനാം ഭൂതാനാം നിധനസ്യ ചാവതിരം വിദിതം പുംസോ ഹൃദയം മനസപദം ധർമ്മസ്യ മമ തുഭ്യം ച കുമാരാണാം ഭവസ്യ ച വിജ്ഞാനസ്യ ച സത്വസ്യ പരസ്യാത്മാപരായണം അഹം ഭവാൻ ഭവശ്ചൈവ തൈമേ മുനയോഗ്രജ സുരാസുരനരാ നാഗാ ഖഗാ മൃഗസരീസൃപാ ഗന്ധർവാപ്സരസോ യക്ഷ രക്ഷോ ഭൂതഗണോരഗ പശവപിതരസിദ്ധാ വിദ്യാധ്രാശ്ചരണാദ്രുമാം അന്യേ ച വിവിധാ ജീവാ ജലസ്ഥലനഭോഗസാ ഗൃഹക്ഷകേതവസ്താരാസ്തളിതസ്തനേഘ്നവാ സർവം ദുർഷേ വേദം ഭൂതം ഭവ്യം ഭവച്ചയിൽ തേനേതമാവൃതം ദേശ്വം വിദസ്തിമധിതിഷ്ഠതി സ്വദിഷ്ണ്യം പ്രതവൻ പ്രാണോ ബഹിശ്ച പ്രതപത്യസൗ ഏവം ദിരാജം പ്രതവം സ്തപത്യന്തർബഹിഃ പുമാൻ സ്വമൃതസ്യാഭയസ്യേശോ മർത്യമന്നം നിദത്യകാത് महिमेश ततो ब्रह्मन् पुरुषस्य दुरत्य पादेषु सर्वभूतानि पुंसस्तिपदो विदु अमृतं क्षेममभयं त्रिमूर्ध्नोधाय मूर्धसु पादास्यैव बहिश्चासनप्रदानां य आश्रमा अन्तस्लोक्यास्त्वपरो गृहमेधो बृहत्प्रदां सतीविचक्रमे वरेष्वक्सास्नानस्ने उभे इदविद्या च विद्या च वृषस्तोभयाश्रया यस्मादण्डं विराज्यज्ञे भूतेन्द्रियगुणात्मका तद्द्रव्यमत्यगात् विश्वं गोभिः सूर्यैवातपन् यदास्य नाभ्यां नलिनादहमासंहात्मना नाविदं यज्ञसंभारान् पुरुषावेवादृते तेषु यज्ञस्य वशवः सपनस्पदयकुशा इदं च देवेदिनं कालश्चोरुगुणान्युदा वस्तून्योर्दयस्नेहारसलोहामृतं जलं रजोजुं सामान्ये चातुर्होत्रं च सप्तमा
നാമധേയാനി മന്ത്രാശ്ച ദക്ഷിണാശ്ച വ്രതാനി ച ദേവതാനുക്രമകൽപ്പസങ്കൽപ്പസ്തന്ത്രമേവ ച ഗതയോ മലയശ്രദ്ധാ പ്രായശ്ചിത്തം സമർപ്പണം പുരുഷാവേ വീരേ സംഭാരാ സമ്പ്രദായ ഇതി സമ്പ്രദസംഭാര പുരുഷാവേ വീരഹം തമേവ വൃഷം യജ്ഞം തേനൈവായമീശ്വരം തദസ്തേ ഭ്രാതരൈമേവ ജാനാം പദയോ നവ അയജൻ വ്യക്തമവ്യക്തം പുരുഷം സുമാഹിതാ തതശ്ച മനഃകാലേ ഈജിരേഷയോ വരേ പിതരോ ദൈത്യാ മനുഷ്യാകൃതിർവിഭും നാരായണേ ഭഗവതേ തദിദം വിശ്വമാഹിതം വിഹിതമായോരുണ സർഗാദാവഗുണസ്വദാ സൃജാമി തന്നിയുക്തോഹം ഹരോ ഹരിതി തദ്വശാ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശക്തിദൃക് ഇതി ദേവീദം ദാതാ യഥേതമനുപൃച്ഛസി നാന്യത് ഭഗവത കിഞ്ചിത് ഭാവ്യം സദസദാത്മകം ന ഭാരതീമെങ്കമൃഷോപലക്ഷ്യതേ ന വൈ കുജിന്മേ മനസോ മൃഷാവിധി ന മേ ഋഷീകാണി വദന്ത്യസൽപദേ യന്മേ ഹൃദൗത്കണ്ഠ്യവദാദൃതോഹൈ സോഹം സ്വാം നായമയസ്തപോമയാ പ്രജാപതീനാമഭിവന്ദിതപദേ ആസ്ഥായ യോഗം നിഗുണം സമാഹിതസ്തം നാധ്യഗച്ഛം ഇതാത്മസംഭവാ നതോസ്മ്യഹം തച്ചരണം സമീയുഷാം ഭവച്ഛിദം സുസ്ഥേനം സുമംഗളം യോ ഹ്യാത്മമായാ വിഭവം സ്മപര്യഗാത് യഥാ നവ സ്വന്തമതാപരേകുത നാഹം നയോയം യതനാം ഗതിം വിദോ ന വാമദേവ കിമതാ പരേസുരാം തന്മായയാ മോഹിതബുദ്ധയസ്ത്വിദം വിനിർമ്മിതം ജാത്മസമം വിചക്ഷ്മഹേ യസ്യാവതാരകർമാണി ഗായന്തി ഹ്യസ്മദാദയ നയം വിദന്തി തത്വേന തസ്മൈ ഭഗവതേ നമഃ സ ഏഷാദ്യ പുരുഷകൽപേ കൽപേ സജത്യജാം ആത്മാത്മന്യാത്മനാത്മാനം സംയച്ഛതി ജപാതി ച വിശുദ്ധം കേവലം ജ്ഞാനം പ്രത്യക് സമ്യഗവസ്ഥിതം സത്യം പൂർണ്ണമനാദ്യന്തം നിർഗുണം നിത്യമദ്വയം ഹൃദേ വിദന്തി മുനയഃ പ്രശാന്താത്മേന്ദ്രിയാശയാം യഥാ തദേവാസതൃക്കേ സ്ഥിരോധീയേത വിക്ലുതം ആദ്യോപധാരപുരുഷപരസ്യ കാലസ്വഭാവः സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാൽസ്താസ്നുചരിഷ്ണുഭുന്ന അഹം ഭവോ യജ്ഞി മേ പ്രദേശാ ദക്ഷാദയോ യേ ഭവദാദയശ്ച സ്വർലോകപാലാ ഖഗലോകപാലാ ലോകപാലാസ്തലലോകപാലാ ഗന്ധർവ വിദ്യാധരചാരണേശാ യേ യക്ഷരക്ഷോരഗനാഗനാഥാ യേ വാർഷീണാം വൃഷഭാപിതॄണാം നിത്യേന്ദ്രസിദ്ധേശ്വര ദാനവേന്ദ്ര അന്യേ ച യേ പ്രേതവിഷാദഭൂതകുഷ്മാണ്ഡയാദോ മൃഗപക്ഷ്യദീശാ യത്കിഞ്ചലോകേ ഭഗവന്മഹസ്വദോജസഹസ്വൽ ബലവൽ ക്ഷമാവൽ ശ്രീഹ്രേ വിഭൂത്യാത്മവദദ്ഭുതാർണം തത്വം പരം രൂപവദസ്വരൂപം പ്രാധാന്യതോ യാൻഷാമനന്തി ലീലാവതാരാൻ പുരുഷസ്യ ഭൂംന ഹവീയതാം കർണകഷായ ശോഷാനനുക്രമിഷ്യേ തൈമാൻ സുവേശാൻ ശ്രീകൃഷ്ണായ നമഃ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ षष्ठोऽध्याय सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द वायरपा ഗോവിന്ദനാമ സങ്കീർത്തനം गोविन्द गोविन्द ആറാമധ്യം ഇതുപോലെ വളരെ പ്രധാനമായ രംഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് വാചാം വന്യർ മുഖം ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ ഹവ്യകവ്യാമൃതാന്ധാനം ജിഹ്വാ സർവരസസ്യവ. വാചാം വന്യർ മുഖം ഭഗവാന്റെ വാക്കുകൾക്ക് വാചാം വാക്കുകൾ വന്യർ അഗ്നി വാക്കുകൾക്കും അഗ്നിക്കും മുഖത്തു നിന്നാണ് അഗ്നി ഉണ്ടായത്, വാക്കുകൾ ഉണ്ടായതും ഭഗവാന്റെ മുഖത്തു നിന്നാണ്. വന്ധിയും വാക്കുകളും ഭഗവാന്റെ മുഖത്തു നിന്നുണ്ടായി. അതുപോലെ ക്ഷേത്രം ഛന്ദസാം സപ്തധാതവ സപ്തധാതുക്കൾ, ഈ സപ്തധാതുക്കള് അതുപോലെ ഹവ്യകവ്യാമൃതാന്നാനം ജിഹ്വാ സർവരസ, എല്ലാ രസത്തെയും സ്വീകരിക്കുന്ന നാവ്. ജിഹ്വാച നാവനർത്ഥം. ഈ നാവിൽ നിന്നാണ്. അതുപോലെ സപ്തധാതുക്കളായിട്ട് പറയുന്ന സപ്തരസങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ട് ഈ നവരസം ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് ഏത് പറഞ്ഞു അത് തന്നെ ഉണ്ടാവണമെങ്കിൽ
ത്വക്ക്, മാംസം, രുധിരം, മേജസ്, മജ്ജ, അസ്ഥി തുടങ്ങിയ ധാതുക്കള്. ഈ ധാതുക്കൾ ഓരോരോ ഭക്ഷണവും നമ്മൾ കഴിക്കുമ്പം അതിന് ഓരോരോ രസമാണ്. അതാണ് ഓരോരോ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും പ്രധാന മധുരം, അതുപോലെ കയ്പ്, ഉപ്പ് തുടങ്ങിയ രസങ്ങളാണ്. ഇങ്ങനെയുള്ള ഓരോരോ രസങ്ങൾക്കും ഈ നാവ് രസത്തോട് ബന്ധപ്പെട്ട നിൽക്കുന്നത്. നാവിലാണെങ്കിൽ ഉപ്പും വേണം, മധുരവും വേണം, കയ്പും വേണം, ചവർപ്പും വേണം, മധുരമൊക്കെ വേണം. ഇങ്ങനെ എല്ലാ രസത്തോടും കൂടി നിൽക്കുന്ന നാവ്, അത് ഈ നാവ് സപ്തധാതുക്കളിൽ നിന്ന് ധാതുക്കളാണ് ഉണ്ടാവുന്നത്. അതുപോലെ ഹവ്യം, കവ്യം, അമൃതം, അന്നം, ഈ 4 കൂട്ടം പദാർത്ഥങ്ങളും ഈ നാവിന് വേണം. ഹവ്യം എന്ന് പറയാൻ കാരണം, ഹവ്യം വെച്ചാല് ഹോമത്തിലെ ദേവന്മാർക്ക് കൊടുക്കുന്ന അന്നമാണ് ഹവ്യം എന്ന് പറയുന്നത്. ദേവന്മാർക്ക് ഉള്ളിയില് അത് കഴിഞ്ഞ് കുറേശ്ശെ ഉരുള വെട്ടിയിട്ടും അല്ലെങ്കിൽ ജുഹൂര് വെച്ചിട്ടും അഗ്നിക്ക് സമർപ്പിക്കുന്നതാണ് ഹവ്യം. അതുപോലെ കവ്യം എന്നുള്ള ഭാഗം പിതൃക്കൾ കൊടുക്കുന്നതാണ് കവ്യം എന്നാണ് ഉണ്ടാകുന്നത്. കവ്യം ഉണ്ടാക്കിയെന്നാണ് പറയാറ്. ഇങ്ങനെ ഹവ്യവും കവ്യവും, ഹവ്യ കവ്യ അമൃതം, അതുപോലെ അമൃതം, ഇത് രണ്ടും നമ്മൾക്ക് പറ്റുന്ന ഹവ്യവും കവ്യവും കൂടിയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കാറ്. നമ്മൾക്ക് കുറച്ച് എരിവും കൂടിയൊക്കെ വേണം. അതും കടു, തീക്ഷ്ണ, ഉഷ്ണ, ലവണ, രൂക്ഷ, അമ്ലാദി ഇതൊക്കെ നമുക്ക് വേണം. തീക്ഷ്ണതയും വേണം, എരിവും വേണം, മധുരവും വേണം, പുളിയും വേണം, കയ്പും വേണം. എല്ലാ രസങ്ങളും ഏൽക്കുന്ന ഇന്ദ്രിയമാണ് ജിഹ്വ. സർവരസങ്ങളും ഏൽക്കുന്ന ഇന്ദ്രിയമാണ് നാവ്. ഈ നാവ് മുഖത്താണ് വെച്ചത്. പിന്നെ സർവാസൂനാഞ്ച വായോശ്ച തന്നാസേ പരമായനെ അശ്വിനോരോഷധീനഞ്ച ഭ്രാണോ മോദപ്രമോദയോ. പ്രധാനമായിട്ട് എല്ലാവർക്കും സർവാസൂനാഞ്ച, എല്ലാവരുടെ അസുക്കളും എല്ലാവരുടെ പ്രാണങ്ങളും. പ്രാണനില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. പ്രാണനില്ലാതെ ഒരു ജീവിക്കും ജീവിക്കാൻ പ്രാണനില്ലാതെ പറ്റില്ല. ഈ പ്രാണൻ എവിടെയാ നിൽക്കുന്നത്? തന്ന സർവാസൂരഞ്ച വായോശ്ച, ഈ വാസു തന്നാസേ പരമായനെ. അതാണ് മൂക്ക എന്ന ഇന്ദ്രിയം. അതെന്താ? നാസിക, മൂക്ക്. മൂക്കിൽ കൂടിയാണ് ശ്വസിക്കാറ്. ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന മൂക്കിൽ കൂടിയാണ്. എല്ലാവർക്കും ഈ ഇന്ദ്രിയം വളരെ പ്രധാനമാണ്. മൂക്കിൽ കൂടിയാണ് എല്ലാവരും പ്രാണൻ അകത്തേക്കാക്കുന്നതും പുറത്തേക്കാക്കുന്നതും മൂക്കിൽ കൂടിയാണ്. മൂക്ക് പ്രധാനമായ ഭാഗമാണ്. അതുപോലെ ഈ മൂക്കിന്റെ മറ്റൊരു പ്രത്യേകത, അശ്വിനോരോഷധീനോ മോദപ്രബോധയോ. മൂക്ക് എന്ന ഇന്ദ്രിയം അശ്വിനോരോഷധീനം, ഓഷധികളുടെ ഗന്ധം അറിയാൻ, ചെറിയ ചെറിയ ഗന്ധങ്ങളൊക്കെ അറിയാൻ മൂക്കിൽ കൂടിയേ പറ്റുള്ളൂ. ആ ഗന്ധങ്ങൾ, സാധാരണയുള്ള ഗന്ധങ്ങളൊക്കെ അറിയാൻ മൂക്ക് എന്ന ഇന്ദ്രിയം കൊണ്ടേ പറ്റുള്ളൂ. അപ്പം ആ ഗന്ധത്തിന്റെ ഉൽപ്പത്തി സ്ഥാനവും പുരുഷന്റെ മുഖത്ത് തന്നെയാണ് മൂക്കിൽ കൂടിയ ഉൽപ്പത്തി സ്ഥാനം. പിന്നെ രൂപം, മുഖത്തിന്റെ പ്രാധാന്യം അധികം പറയുന്നത്. പിന്നെയും മുഖത്തിന്റെ പ്രാധാന്യമാണ്. രൂപാണം തേജസം ചക്ഷു ദിവ സൂര്യസ്യ ചാക്ഷിണി കർണൗ ദിവ സൂര്യസ്യ ചാക്ഷിണി. കണ്ണുകൾ, അക്ഷിണിച്ച കണ്ണുകൾ. കണ്ണുകളാണ് രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണുകൾ. രൂപത്തെ കാണാനാണ്. രൂപാണം തേജസം ചക്ഷു, ചക്ഷുസ് കണ്ണ എന്ന ഇന്ദ്രിയം. ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അതും മുഖത്താണ് വെച്ചത്. എല്ലാ തേജസ്സുകൾക്കും ആധാരം കണ്ണാണ്. കണ്ണില്ലെങ്കിൽ ഒന്നും കാണാൻ, ഒരു സാധനവും എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ണില്ലെങ്കിൽ. കണ്ണ് വളരെ പ്രധാനമായ ഇന്ദ്രിയമാണ്. എല്ലാം കാണാൻ കണ്ണിനെ കൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ ആ കണ്ണിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്, തേജസ് ഉണ്ടായത്. ഇതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുള്ളൂ. കണ്ണുകൊണ്ട് മാത്രമേ. രൂപാണം തേജസം ചക്ഷു ദിവ സൂര്യസ്യ ചാക്ഷിണി. പ്രകാശം നമുക്ക് സൂര്യഭഗവാൻ തന്നുണ്ട്. സൂര്യഭഗവാൻ തന്നോ ഇല്ലയോ എന്ന് എങ്ങനെയാ അറിയണത്? സൂര്യൻ ഉദിച്ചോ ഇല്ലെങ്കിൽ പൊന്തി വന്നോ എന്നുള്ള എങ്ങനെയാ അറിയുന്നത്? കണ്ണുകൊണ്ടാണ്.
കണ്ണ് മുഖത്താണ്. മുഖം വളരെ പ്രധാനമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെ മുഖവും അതുപോലെ തന്നെയാണ്. അതുപോലെ കാതുകളും കർണൗ ദിശാഞ്ച തീർത്ഥാനാം ശ്രോത്രം ആകാശത്തെയോ സ്പർശത്തിന്റെ ആകാശത്തിന്റെ സൂക്ഷ്മ രൂപമാണ് സ്പർശം, ശബ്ദം. ഈ ശബ്ദം പറയാൻ കാത് എന്ന ഇന്ദ്രിയ ഇല്ലെങ്കിൽ, കാത് ഇല്ലെങ്കിൽ എനിക്കൊക്കെ വളരെ പോകുന്നുണ്ട്. ഇത്രയൊക്കെ ഉറക്ക പറഞ്ഞാലും കേൾക്കാൻ പറ്റുന്നില്ല. കാത് ഇല്ലെങ്കിൽ കഴിഞ്ഞ കഥ. കാതിന് ഒന്നും കേൾക്കാൻ പറ്റില്ല. എത്രയൊക്കെ ഉറക്ക പറഞ്ഞാലും ശബ്ദത്തിന്റെ സൂക്ഷ്മ രൂപമാണ്. ശബ്ദം അറിയാൻ ഇന്ദ്രിയമാണ്. ഇതാണ് ആദ്യം ഉണ്ടാവുന്നത്. വാസ്തവം കർണമാണ് ആദ്യം ഉണ്ടാവുന്നത്. കേൾവി ഉണ്ടാവുന്നത്. വേദത്തില് പറയുന്നത് ശബ്ദ സ്പർശ രൂപരസഗന്ധം. ആദ്യം ശബ്ദമാണ് ഉണ്ടാവുന്നത്. ഈ ശബ്ദത്തിന്റെ വികസിത രൂപമാണ് ആകാശം. ഇതറിയാനാണ് ചെവി. അപ്പം ഏറ്റവും ഒടുക്കം പോവുക ചെവിയുടെ കേൾവിയാ പോവുക. മറ്റൊക്കെ പോയി ചെവിയുടെ കേൾവിയാ ഒടുക്കം പോവുക. അതാണ് ഒടുക്കം. ശ്വാസം വലിച്ചാലും പണ്ടൊക്കെ മരിക്കാനാ പുറപ്പെടും. മരിച്ചു ഏതാണ്ടാണ് ബോധ്യമാവുമ്പോഴാണ് ചെവിയിലോട്ടൊക്കെ ചെല്ലുക. മുമ്പ് ചെല്ലാൻ പാടില്ല. എന്നാല് കൈ ഉപേക്ഷിക്കുന്ന മുമ്പേ അത് അപ്പ കേൾക്കുന്നതാണ്. അവ ചെവി ഒടുക്കേ പോവുള്ളൂ. മറ്റു ഇന്ദ്രിയങ്ങൾ മുഴുവൻ ക്ഷയിച്ചിട്ട് ഒടുക്കേ കാത്. ആദ്യം കാത് ഉണ്ടാവുള്ളൂ, ഒടുക്കാൻ കാത് പോണു. കണ്ണൗ ദിശാഞ്ച തീർത്ഥാനാം ശ്രോത്രം ആകാശത്തെയോ. ഈ തീർത്ഥങ്ങളിലൊക്കെ പോവണമെന്ന് തോന്നുന്നത് പല പല തീർത്ഥങ്ങളും ഭാഗവതവും രാമായണവും ഒക്കെ പറയണ്ട. ഈ തീർത്ഥങ്ങളിലൊക്കെ പോകണം തോന്നാൻ കാരണം എന്താണ്? അതിന്റെ മാഹാത്മ്യത്തെ കേട്ടിട്ടാണ്, കാതുകൊണ്ട് കേട്ടിട്ടാണ്. അത് ഗംഗയെ പോയി കണ്ടിട്ട് കുളിക്കാന്നല്ല, ആണോ? ഇത് കേട്ടിട്ടാണ്. അപ്പൊ കാത് വളരെ പ്രധാനമായ ഇന്ദ്രിയമാണ്. കേട്ടിട്ടാണ് ശ്രോത്രം ആകാശത്ത് ഈ സ്ഥലത്തേക്കൊക്കെ പോവാൻ കാരണം. അതുപോലെ ഭഗവാന്റെ കണ്ണിന്റെ മറ്റു പ്രത്യേകതയാണ് ഈ നിറങ്ങൾ വേറെ കാണിച്ചു തന്നു. അത് കണ്ണിന്റെ പ്രത്യേകതയാണ്. എല്ലാം ഒരുപോലെയല്ല. വെളുപ്പും കറുപ്പും ചുവപ്പൊക്കെ വേറെ വേറെ തിരിച്ചറിയാൻ കഴിയുന്നത് കണ്ണിന്റെ ഗുണം കൊണ്ടാണ്. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ വെളുപ്പേതാ കറുപ്പേതാ അറിയോ? കണ്ണില്ലെങ്കിൽ വെളുപ്പും കറുപ്പും വേറെ അറിയോ? ഒന്നും അറിയില്ല. മറ്റ് നീളവും തടിയൊക്കെ നോക്കിയാൽ അറിയാം. വെളുപ്പോ കറുപ്പോ അറിയ കണ്ണ് തന്നെ. അപ്പൊ കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഇന്ദ്രിയമാണ്. അതുപോലെ കാതും. ഇങ്ങനെ ഓരോ നോക്കിയാല് എല്ലാ ഇന്ദ്രിയും ഇതുപോലെ പ്രധാനപ്പെട്ട. ഒന്നും വേണ്ട വയ്ക്കാൻ പറ്റില്ല. അതാത് ഇന്ദ്രിയം ഇല്ലെങ്കിൽ ഒക്കെ വിഷമമാണ്. എല്ലാ ഇന്ദ്രിയും ഇതുപോലെ വേണ്ടപ്പെട്ടത് തന്നെയാണ്. സത്യാത്രം വസ്തുധാരാണാം സൗഭഗസ്യ ച ഭാജനം സ്വഗസ്യ സ്പർശവായോശ്ച സർവമേധസ്യ ജൈവഹി. ഭഗവാൻ ശരീരം എല്ലാത്തിനും കാരണമായിട്ടുള്ള ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ ഓരോരോ അവയവങ്ങളിൽ നിന്നും ഓരോരോ വസ്തുക്കൾ ഉണ്ടായി. ഭഗവാന്റെ അവയവത്തിൽ നിന്നാണ് ഇത് ഓരോന്നും ഉണ്ടായത്. അങ്ങനെ ഓരോന്നും ഉണ്ടാവുമ്പം അതാത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അത് അനുഭവിക്കണമെങ്കിൽ അതാത് ഇന്ദ്രിയങ്ങള് പൂർണ്ണമായി ആരോഗ്യവാന്മാരായാലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലർക്ക് കണ്ണട വെച്ചാലും കണ്ണ് കാണാത്ത അവസ്ഥയായാൽ ഇത് കാണാൻ പറ്റുമോ? മെഷീൻ വെച്ചിട്ടും കേൾക്കാത്ത അവസ്ഥയായാലോ പിന്നെ കേൾക്കാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാലിനൊക്കെ എല്ലാതും ഉണ്ടെങ്കിലും നടക്കാൻ വയ്യെങ്കിലോ, അസുഖമൊന്നും ഇല്ലെങ്കിലും നടക്കാൻ വയ്യാത്ത അവസ്ഥ വന്നാലോ, അവസ്ഥ കഴിഞ്ഞാൽ ക്ഷീണിച്ചു കൊണ്ടിരിക്കും. ഇതൊക്കെ ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിക്കും. അപ്പൊ ക്ഷീണിക്കുന്ന മുമ്പ് തന്നെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം. രോമാനുദ്ധിത്യജാതീനാം യജ്ഞസ്തു സംഹൃത കേശശ്മശ്രു നഖന്യസ്യ ശിരാലോഹ അഭ്രവിദ്യുതം. വൃക്ഷങ്ങളെ ഉദ്ഭിത്യജാതീനാം വൃക്ഷങ്ങളൊക്കെ വാസ്തവം എങ്ങനെ ജീവിക്കുന്നു വെച്ചാൽ വൃക്ഷങ്ങളൊക്കെ യാഗാദി കർമ്മങ്ങളെ ചെയ്തിട്ടാണ്, മറ്റുള്ള ആൾക്കാരുടെ സൽക്കർമ്മങ്ങളെ കൊണ്ടാണ് ഈ വൃക്ഷങ്ങളൊക്കെ നല്ല വൃക്ഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് വേണ്ടത് കൊടുത്തുകൊണ്ടാണ്. അതുപോലെ നമ്മൾക്കും നമ്മുടെ ശരീരത്തില്
കേശശ്മശ്രു നഖാന്യസ്യ ശിലാലോഹഭ്രവിദ്യുതം. കേശം, ശ്മശ്രു, നഖം തുടങ്ങിയത് ഇതൊക്കെ വാസ്തവം ആവശ്യമാണ്. കാരണം ഈ രോമങ്ങളാണ് ഈശ്വരന് ഭഗവാന്റെ പുരുഷന്റെ രോമങ്ങളാണ് വൃക്ഷങ്ങളായിട്ട് മാറിയത്. രോമങ്ങളില്ലെങ്കിൽ വൃക്ഷങ്ങൾ ഉണ്ടാവുമോ? വൃക്ഷങ്ങളില്ലെങ്കിൽ ഇവിടെ ശ്വാസം കിട്ടുമോ? ഈ വൃക്ഷങ്ങളാണ് നമ്മൾക്ക് ശ്വാസത്തെ തരുന്നത്, നമുക്ക് നല്ല വായുവിനെ തരുന്നത് വൃക്ഷങ്ങളാണ്. അതുപോലെ ഈ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലാണ് ശ്രേയസ് ഉണ്ടാവുന്നത്. ഭഗവാന്റെ മുടിയെ കണ്ടാല് കേശം മുടി എന്നർത്ഥം. ഭഗവാന്റെ മുടിയെ കണ്ടാല് മേഘമാലയായിട്ട് കണ്ടോളെന്ന് ആദ്യം പറഞ്ഞിട്ടതാ. ഭഗവാന്റെ മുടിയെ കണ്ടാൽ മേഘമാലയായിട്ട് കണ്ടോളതാണ്. മേഘം വർഷിക്കുന്നു, സമയാസമയങ്ങളിൽ മേഘം വർഷിക്കുന്ന കൂട്ടത്തില് ഇതൊന്നും അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെന്നാണ്. പിന്നെ ഭഗവാന്റെ ആ മുഖത്ത് രോമങ്ങൾ ഉണ്ടാവും. ഈ രോമാണ് മിന്നലായിട്ട് പറയുന്നത്. ഇടിമിന്നലും വാസ്തവം ഇടിമിന്നലും നല്ലതാണ്. ഭഗവാന്റെ പീതാംബരത്തെ സൂചിപ്പിക്കുന്നതാണ് മിന്നലിന്റെ നിറം. ഏതാണ്ട് പീതാംബരം നിറമായിട്ട് മിന്നലിന്റെ നിറം. അതും നല്ല മഴക്കാലുള്ളപ്പോഴേ അത് അറിയുള്ളൂ. നിറം എന്താ ശരിക്കും നല്ല മഴക്കാലുള്ളപ്പോഴേ, നല്ല മഴക്കാലാണ് ഭഗവാന്റെ നിറം. ആ ഭഗവാൻ നിറത്തിന് യോജിപ്പിക്കാൻ പറ്റിയതാണ് ഭഗവാന്റെ പീതാംബരം. ആ നിറമായിട്ട് വരുന്നത്. ഇങ്ങനെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ബാഹവോ ലോകപാലാനാം പ്രായക്ഷേമധർമ്മണം വിക്രമോ ഭൂവസ്വക്ഷേമസ്യ ശരണസ്യ. ഭഗവാന്റെ കൈകള് ബാഹവോ ലോകപാലാനം, ബാഹുക്കള് ഭഗവാന്റെ കൈകള് എന്തിനു വേണ്ടിയിട്ട്? ഈ കൈകളെ കൊണ്ടാണ് പ്രായക്ഷേമധർമ്മണം, ജനങ്ങൾക്ക് നന്മ കൊടുക്കാൻ വേണ്ടത് കൈകൾ ഉണ്ടായാലേ കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള ആൾക്കാരിൽ നിന്നും ദ്രോഹം ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കൈകൾ വേണം. കൈകൾ ഇന്ദ്രൻ ദേവന്മാരായിട്ട് ബാഹവോ ലോകപാലാനം, ലോകപാലന്മാരായിട്ട് കൈകളെന്ന് പറയുന്നത് ശക്തി നടത്തണം. ഈ ശക്തി ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ രക്ഷിക്കണമെങ്കിൽ ശക്തിക്ക് കൈകളാണ്. കാലിലല്ല ആയുധം ധരിക്കുക, കയ്യിലാണ് ധരിച്ചുകൊണ്ടാണ് രക്ഷിക്കുക. അപ്പൊ കൈകളും വളരെ പ്രധാനമായിട്ടാണ്. പിന്നെ അഭയത്തെ കൊടുക്കുന്ന സ്ഥലമാണ് വിക്രമോ ഭൂർഭുവസ്വശ്ച ക്ഷേമസ്യ ശരണസ്യ. ആശ്രയിച്ച ആൾക്കാർക്ക് ശരണം കൊടുക്കുന്ന പ്രാപ്യസ്ഥാനം എന്താണെന്ന് വെച്ചാൽ പ്രാപ്യസ്ഥാനം ഭഗവാന്റെ പാദമാണ്. ശരണം ആശ്രയിക്കുന്നത് പാദത്തെയാണ് ആശ്രയിക്കുന്നത്. ആ പാദമാണ് ഒരു ഭയവും ഇല്ലാത്ത അഭയത്തെ കൊടുക്കുന്നത്. ശ്രീകൃഷ്ണ ത്വൽപദോപാസനം അഭയതമെന്ന ഭഗവാന്റെ പാദത്തെയാണ്. ആ പാദം ആണ് രക്ഷ കൊടുക്കുന്നത്, ആശ്രയം കൊടുക്കുന്നത് പാദമാണ്. ഇങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ തന്നെയാണെന്ന് ഭാഗവതം. എല്ലാ ഇന്ദ്രിയം വെച്ച് പറയാൻ നിശ്ചയമില്ല. എല്ലാ ഇന്ദ്രിയങ്ങളും ഇങ്ങനെ തന്നെയാണ്. അതാത് ഇന്ദ്രിയം കൊണ്ട് അതാത് കർമ്മം ചെയ്യണം. ഈ ഇന്ദ്രിയം ഇല്ലെങ്കിൽ ആ കർമ്മം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അപ്സരസ്സുക്കള്, യക്ഷന്മാര്, പിശാചുക്കൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണത്തെ ഭാഗവതം ബോധ്യപ്പെടുത്തുന്നുണ്ട്. പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിവിദോ വിദു ക്ഷേമ അമൃതം ക്ഷേമമഭയം ത്രിമൂർധ്നോധായി മൂർധസു. ഭൂമിയെ ഭഗവാൻ നടക്കുന്നത് പാദം കൊണ്ടാണ്. നമ്മൾ ഭൂമി നടക്കുന്നത്. ഭൂമിയിൽ പാദങ്ങൾ നടക്കുമ്പോൾ ഈ പാദം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാദത്തിന്റെ അടിയിൽ ശോഭിക്കുന്ന ആ ചിഹ്നത്തെ കാറ്റ് പോലും മാറ്റാറില്ല. ഭഗവാന്റെ പാദചിഹ്നത്തെ കാറ്റ് പോലും മാറ്റാതെ എല്ലാത്തിലും ഭഗവാൻ നഗ്നദിക്കിലൊക്കെ ഈ ചിഹ്നം കാണാം. വജ്രാങ്കുശയവധ്വജം, ഈ 4 ചിഹ്നം എല്ലാ ദിക്കിലും കാറ്റ് പോലും അതിനെ മാറ്റില്ല. അപ്പൊ അത്രയും ഉത്കൃഷ്ടമാണ് ഭൂമിയിൽ ജന്മം കിട്ടുക. കാരണം ഭഗവാൻ കുറച്ച് ദിവസം ഇതിൽ കൂടി നടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വളരെ ശ്രേയസ്സാണ്. ഈ 3 ലോകത്തിനും വാസ്തവം എല്ലാ സുഖത്തെയും കൊടുക്കുന്നത്, ത്രൈലോക്യത്തെ സുഖിപ്പിക്കുന്നത്
പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിവതോ വിദു അമൃതം ക്ഷേമമഭയം ത്രിമൂർധോധായി ത്രൈലോക്യത്തിന് ശ്രേയസ്സിന് കൊടുക്കുന്നത് ഭഗവാന്റെ പാദവും ഭഗവാന്റെ മൂർധാവും. ഇത് രണ്ടും വളർത്താനാണ്. പാദം അടിയെഴുതാണ്, മൂർധാവ് എന്നുവെച്ചാൽ മുഴുവൻ അർത്ഥം ഏതാണ്? ഭഗവാന്റെ മുഴുവൻ അർത്ഥം പാദം മുതൽ കേശം വരെ, അല്ലെങ്കിൽ കേശം മുതൽ പാദം വരെ, അല്ലെങ്കിൽ ഏത് അവയവമായും അത് ധ്യാനിക്കുന്ന ആൾക്ക്, അതിലേക്ക് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ട പുരുഷാർത്ഥങ്ങൾ മുഴുവൻ കൊടുക്കുന്നല്ല, എല്ലാ രക്ഷയും കൊടുക്കണു, എല്ലാ സുഖവും അവർക്ക്, എല്ലാ സുഖവും ഭഗവാൻ കൊടുക്കുന്നു. സാധാരണ മറ്റുള്ള ദിക്കിലൊക്കെ 3 സുഖേ കൊടുക്കുന്നു. ഇവിടെ 4ാമത്തെ സുഖം കൂടി ഭഗവാൻ കൊടുക്കണമെന്നാണ്. സുഖം, ധർമ്മം, അർത്ഥം, കാമം കഴിഞ്ഞാൽ മോക്ഷവും കൂടി വെച്ചാൽ ഇഹത്തിന് വേണ്ടത് മുഴുവൻ കൊടുക്കുന്നു. പരത്തിലേക്ക് ശ്രേയസ്സുള്ളതും മാഹാത്മ്യം പഠിച്ച ഭുക്തി മുക്തി കരേസ്തി. ഭുക്തി ഇഹത്തിലെ ശ്രേയസ്സും പരത്തിലും അതുപോലെ ശ്രേയസ്സാണ്. ഇഹത്തിലും പരത്തിലും ഒരുപോലെ ശ്രേയസ്സാണ്. ഭഗവാന്റെ സ്വരൂപത്തെ സ്മരിക്കാൻ സാധിച്ചാല് അല്ല ഈ എല്ലാ ആശ്രയികൾക്കും പറ്റിയ മാർഗമുണ്ട്. ഈ മറ്റ് 3 ആശ്രമികളെയും ശുശ്രൂഷിക്കാൻ, അവർക്ക് അഭയം കൊടുക്കാൻ ഗൃഹസ്ഥനായാലേ പറ്റുള്ളൂ. ഗൃഹസ്ഥൻ വേണം. ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥനും സന്യാസിക്കും ഈ 3 ആശ്രമവും വേണ്ട പോലെ നിലനിൽക്കാൻ ഗൃഹസ്ഥൻ വേണം. സന്യാസിയാണെങ്കിൽ സന്യാസിക്ക് ഒന്നും വേണ്ട, ഗ്രന്ഥം അഭ്യസിക്കാൻ പാടില്ല, മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല, വെറും പ്രണവം മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ അവരൊക്കെ ഭാഗവതം വായിക്കാറുണ്ട്. അവരൊക്കെ ഭാഗവതം, കാരണം കഴിഞ്ഞ വലിയൊരു വായനയ്ക്ക് ആചാര്യ സ്വാമിയാരെ എത്തി ഒക്കെ ഉപേക്ഷിച്ചാൾക്ക് പിന്നെ ഭാഗവതം വേണോ? ഒക്കെ ഉപേക്ഷിച്ചാൾക്ക്, ശ്രീശനൊക്കെ ഉപേക്ഷിച്ചാൽ ഭാഗവതം വായിക്കണമെന്ന്. ഭാഗവതം വേണ്ടാത്ത ഒരാളുമില്ല. ഏതൊരാൾക്കും പറ്റിയ മാർഗമാണ് ഭാഗവതത്തെ ഉപേക്ഷിക്കാൻ. ആർക്കും ഭഗവാന്റെ കഥയെ ഉപേക്ഷിക്കാൻ വന്ദന ശ്ലോകമൊന്നും അവൻ ചെല്ലുന്നില്ല. സ്വത്താത്തിനെ ഒന്നും ചെല്ലാൻ വന്നവർ ഇരുന്ന ആദ്യം ചെല്ല കൃഷ്ണായ വാസുദേവായ ദേവകീ വന്ദനായ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഈ ശ്ലോകം ചെല്ലാണ് വായന. സന്യാസിക്ക് പോകണം, ഉണ്ണിയെ വന്ദിക്കണം. നമ്മളുണ്ണി മാത്രമല്ല, ഗോവിന്ദനാണ് ഭാവത്തിലാണ്. അപ്പം ഇത് ഒരാൾക്കും ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ്. എത്ര ജ്ഞാനം സമ്പാദിച്ചാലും ഉദ്ധവനോട് ഗോപികളെ ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ഇനി നാമം ജപിക്കാതിരിക്കാൻ പറ്റുമോ? ധ്യാനിക്കാൻ പറ്റുമോ? ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഓരോന്നും ഭഗവാൻ ഇവിടുന്നാണ് പോകുമ്പോ, ഇതിനു മുമ്പ് ഇവിടെ ചെയ്ത ലീലകൾ ഓരോന്നും ഓർക്കുമ്പോ അവിടെ സുഖം ആയിക്കോട്ടെ, വേണ്ടെന്ന് പറഞ്ഞില്ല, അവിടെ ഒന്നോട്ടെ. എന്നാലും ഭഗവാന്റെ ആ കടാക്ഷം, ഭഗവാന്റെ പുഞ്ചിരി ഇതൊന്നും മറക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഉദ്ധവ അന്നേക്കും പറ്റില്ല. ഇത് കേട്ടപ്പോഴാ ഉദ്ധവൻ എങ്ങനെ കേട്ടപ്പോഴാ ഗോപികളെ മുഖത്തൊന്നും കേട്ടപ്പോഴാണ് തോന്നിയത് താൻ കുറച്ചധികം പറ്റിയ ആളൊക്കെയായിരുന്നു. കാരണം ഉപരിപഠനമൊക്കെ ഉണ്ടായത് ദേവലോകത്ത് പോയിട്ടാ. ബൃഹസ്പതിയാണ് ആചാര്യൻ. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ബൃഹസ്പതി പറഞ്ഞു, ഉദ്ധവ അവിടെ സച്ചിദാനന്ദമൂർത്തിയുടെ വൃത്തിനായി കുറച്ച് കാലമാണ് കൂടിക്കോണം. എന്നാ ഒരു സുഖം വേറെയാണ്. ഗുരുനാഥന്റെ അനുഗ്രഹമായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്ന് കുറച്ചു കാലം ഇവിടെ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്തപ്പോഴാണ് നേരെ ആദ്യം ഭഗവാൻ അങ്ങോട്ട് വന്നിരിക്കുക. ഇതൊന്നും അറിയണ്ടേ, പറയാൻ പറ്റിയ ആളാണോന്ന് അറിയണ്ടേ. അവിടെ പോയി വന്ന ബൗദ്ധൻ ചോദിച്ചു, നിക്ഷിതാത്മശ്രുതാവാക്യം ശാസ്ത്രൗഢയ്യ കിമിഹ തവസ. ഇത് എവിടുന്നാ കിട്ടുക? വേദം പഠിച്ചാൽ ഇങ്ങനൊരു ഭക്തി ഒന്നും ഉണ്ടാവില്ല, ശാസ്ത്രം നോക്കിയാൽ ഉണ്ടാവില്ല. ഇതേവരെ കാണാത്തതാ നിക്ഷിതാത്മശ്രുതാവ്. അതേവരെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല ഇങ്ങനൊരു ഭക്തി. ഗോപികളെ പോലെ ഭക്തി. ഒരു ഭക്തിക്ക് ഉയരണമെങ്കിൽ ദശമസ്കന്ധ ലീലകളൊക്കെ ആസ്വദിക്ക് കേൾക്കണമെങ്കിൽ യവനോ ഞാൻ എന്നുള്ള ഭാവമൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഭഗവാന്റെ ഭക്തി എന്നുള്ള ഭാവത്തില്
ആ പാദത്തിന്റെ മഹാത്മ്യ പാദത്തിൽ പറ്റി പിടിക്കാൻ സാധിക്കുക. പാദത്തിന്റെ മഹാത്മ്യ കുറെ ശ്ലോകങ്ങളെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഭഗവാന്റെ പാദത്തിന്റെ മഹാത്മ്യ പാദേഷു സർവഭൂതാനി പുംസസ്ഥിതിവതോ വിദു ക്ഷേമൃതം ക്ഷേമമഭയം ത്രിമൂർധ്നോധായി മൂർധ്ന. എല്ലാ ജീവജാലങ്ങൾക്കും സകല ഭൂതങ്ങൾക്കും സകല ജീവജാലങ്ങൾക്കും നന്മയെ കൊടുക്കാനാണ് ഭഗവാന്റെ പാദം. അത് ആശ്രയിച്ച ആൾക്കാർക്ക് മരണം പോലും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച ആൾക്ക് അമരത്വമാണ് കൊടുക്കുന്നത്, അമൃതമാണ് കൊടുക്കുന്നത് ഭഗവാൻ. ക്ഷേമം അഭയം ഭയം ഇല്ലാത്ത അവസ്ഥ ക്ഷേമത്തെ ഭഗവാൻ കൊടുക്കണു. ഏതായാലും ഭഗവാൻ ക്ഷേമത്തെ കൊടുക്കണു. അങ്ങനെ ആ പാദം മുതൽ ശിരസ് വരെ ധ്യാനിച്ച് അർപ്പിക്കാം. അങ്ങനെ അർപ്പിക്കാൻ സാധിക്കണം. യസ്മാദണ്ഡം വിരാജ്ഞേ ഭൂതേന്ദ്രിയ ഗുണാത്മക തദ്രവ്യ മധ്യക വിശ്വം ഗോഭി സൂചയുവാകെന്ന ഭഗവാന്റെ ആ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഈശ്വരന് ഈ ഭൂമി അതുപോലെ പഞ്ചഭൂതങ്ങള് അതുപോലെ ഇന്ദ്രിയങ്ങള് ഇവയൊക്കെ ഈ വിരാട് പുരുഷനാണ്. ഈ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ഉണ്ടായത് ഈ വിരാട് പുരുഷനും ഓരോരോ അവയവത്തിൽ നിന്നുണ്ടായതാണ്. ആ വിരാട് പുരുഷനായ ഈശ്വരനെ ഭഗവാന്റെ സൂര്യന്റെ ആ രശ്മികളാണ് ബാധിക്കുന്നത്. സൂര്യൻ ഭഗവാൻ ഉണ്ടായ ഈ രശ്മികളെ ബാധിച്ച് ആ രശ്മിയിൽ കൂടി ഭഗവാൻ ഒരു ഈക്ഷണം നടത്തിയപ്പോഴാണ് ഈ ബ്രഹ്മാണ്ടത്തെ ഭഗവാൻ ശരിക്കും കണ്ടത്. ഒരു ഈക്ഷണം ഒരു നോട്ടത്തിൽ കൂടി ഈ ബ്രഹ്മാണ്ടത്തെ, അതും ബ്രഹ്മാണ്ടത്തെ അതിക്രമിച്ച ഭഗവാൻ നിൽക്കുന്നത് 10 പേരുടെ പുറത്തേക്കാണ് പോയിക്കൊണ്ടാ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ഈ രൂപത്തെ കാണുക, അതിനെ സ്മരിക്കുക വളരെ വിശേഷമാണ് ഭാഗവതം. ആ വിശ്വരൂപത്തെ സ്മരിക്കാൻ സാധിക്കാം. തതസ്തേ ഭ്രാതരൈമേ പ്രജാനാം പതയോ നവ അയജൻ വിക്രം അവ്യക്തം പുരുഷം സുസമാഹിതം. അങ്ങനെ കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ പതിയാണ് ഭഗവാൻ. ഭ്രാതര ഇമേ പ്രജാനാം പതയോ നവ, പ്രജകളുടെ പതിയായ ഭഗവാൻ നേരത്തെ ആ സ്വാരസ്വത്തിൽ വന്നിട്ടാണ്. അങ്ങനെയുള്ള ഭഗവാനെ അയജൻ വിക്രമവ്യക്തം, അയജൻ ആണ് പൂജിക്കുക, ഭംഗിയായിട്ടാണ് പൂജിക്കുക. ശ്രീഹരിയെ ഭക്തിയോട് കൂടിയാണ് പൂജിച്ചാല് ആ പുരുഷനായ ഭഗവാനെ അറിഞ്ഞുകൊണ്ട് പൂജിക്കാൻ സാധിക്കും. സ്വതേ ഇപ്പൊ പൂജിക്കുന്നതും അറിഞ്ഞിട്ടല്ല, ശരിക്കും മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പൂജിക്കുന്ന പ്രഭു മഹാപ്രഭുവാണ്, സർവേശ്വരനാണ് ഭാവത്തിൽ ഇന്ദ്രദേവന്മാര് പോലും പൂജിക്കുന്ന പാദമാണ് ഇവിടെ പൂജിക്കാൻ സാധിക്കുക എന്ന ഭാവത്തില് പൂജിക്കാൻ സാധിക്കാം. നാരായണേ ഭഗവതി തദിതം വിശ്വമാഹിതം ഗൃഹീതമായ ഒരു ഗുണ സർഗാവഗുണസ്വത. ഈ പ്രപഞ്ചം തന്നെ വാസ്തവം ശ്രീനാരായണൻ ഉണ്ടായതാണ്. നാരായണേ ഭഗവതി, നാരായണനാവുന്ന ഭഗവാനും തദിതം വിശ്വമാഹിതം, വിശ്വം തന്നെ ഭഗവാനും അടങ്ങിയതാണ്, ഭഗവാനും ഉണ്ടായതാണ്. ഈ ഗുണങ്ങളെ കൊണ്ടായത് വേറെ വേറെ തോന്നുന്നത്. ആ മായ മാറണം. ആ മായ മാറാൻ ചെയ്യേണ്ടത് നാരായണനെ ആശ്രയിക്കുക തന്നെയാണ്. ഈ മായ പോവാൻ ചെയ്യേണ്ടത് എന്താണ്? മായ എന്നറിയണം. മായവാസ്തു എന്താണ്? ഇല്ലാത്തതുണ്ട് തോന്നലാണ് മായ. മായയ്ക്ക് 2 ശക്തിയുണ്ട്. ഇല്ലാത്തതിനെ കാണിക്കലും ഉള്ളതിനെ മറയ്ക്കലും രണ്ടുമുണ്ട്. അപ്പൊ ഉള്ളത് ഉള്ളതാണെന്ന് തോന്നണം, ഇല്ലാത്തത് ഇല്ലാത്തതാണെന്ന് തോന്നണം. ഇതിനാണ് ശ്രുതികത പറയുന്നത്. അവിടെ കുറെ ഭംഗിയായിട്ടാണ് ശ്രുതിക വായിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. അവര് പറഞ്ഞത് ഭഗവാൻ ഋഷീശ്വരന്മാര് പറഞ്ഞത് ജയ 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 ഹേ ഭഗവാനെ, അന്നാണ് ജയിച്ചാലും ഹേ അജിതാണോ സംബോധന. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ദോഷം നിറഞ്ഞുള്ള മായയെ അങ്ങാണ് കൊല്ലൂന്ന, ജഹീന കൊല്ലൂന്നെന്നെയാണ്. ഈ മായ എങ്ങനെ കൊല്ലാൻ പറ്റും? മായയെ കൊല്ലാൻ എളുപ്പമല്ല. മായ വെച്ചാൽ കത്തി കൊണ്ട് പോയിട്ടൊന്നും കാര്യമില്ല. മായയെ കൊല്ലണമെങ്കിൽ മായയെ മനസ്സിലാക്കിയിട്ട് മായ മാറാൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ അജ്ഞാനം കൊണ്ടാണ് മായ ഉണ്ടാകുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ് മായ വരുന്നത്. ഈ അറിവില്ലായ്മ പോകണം.
അറിവില്ലായ്മ എവിടുന്നാ പോവുക? അറിവുള്ള ആൾക്കാരത്തേക്ക് പോകണം. നല്ലൊരു ഗുരുനാഥനെ ആശ്രയിച്ച് ഗുരുപദേശത്തിൽ കൂടിയിട്ട് ഭഗവാന്റെ മഹിമയെ കേട്ട് ഓർപ്പിച്ചാൽ മായ നല്ലാതെ പോകും. മായ മാറാൻ സജ്ജന സംസർഗം നേടാനാണ് ശ്രുതിഗീതൻ പറഞ്ഞത്. സജ്ജന സംസർഗത്തിൽ കൂടി ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ആവില്ല. അനവധി പ്രാവശ്യം സജ്ജന സംസർഗം നേടിക്കഴിഞ്ഞാൽ അവിടെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും മായയെ മാറ്റാൻ സാധിക്കും. അങ്ങനെ സൃജാമി തന്നിയുക്തോഹം ഹരോ ഹാരിതത്വശ വിശ്വം പുരുഷരൂപേണ പരിപാതി ത്രിശത്. അങ്ങനെ സർവേശ്വരനായ ഭഗവാൻ, പരമേശ്വരനായ ഭഗവാൻ ഈശ്വരൻ തന്നെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. ആ ഈശ്വരൻ തന്നെ ഈ ലോകത്തെ രക്ഷിക്കുന്നു. ആ ഈശ്വരൻ തന്നെ ഈ ലോകത്തെ സംഹരിക്കുന്നു. ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ബ്രഹ്മാവായ രജോഗുണത്തെ സ്വീകരിച്ച് ഭഗവാൻ സൃഷ്ടിക്കുന്നു. സത്വഗുണത്തെ സ്വീകരിച്ച് ഭഗവാൻ അത് രക്ഷിക്കുന്നു. തമോ ഗുണത്തെ സ്വീകരിച്ച് ഭഗവാൻ രുദ്രനായിട്ട് ഇതിനെ സംഹരിക്കുന്നു. അത് മൂന്നും ചെയ്യുന്നത് ഒരേ ഒരു ഈശ്വരൻ. സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ഒരേ ഒരു ഈശ്വരൻ. അപ്പൊ ശിവനും വിഷ്ണുവും വേറെ ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ഗണപതിയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ ഇരിക്കുന്നത് വേറെ വേറെ ആളാണ്. ഒരേ ഒരു ഈശ്വരൻ തന്നെയാണ്. പല വേഷത്തിൽ ഇരിക്കാന്നുള്ളൂ. ഈ വേഷം വച്ചു വെച്ചാൽ അതിനുള്ളിൽ ശോഭിക്കുന്നത് ഒരേ ഒരു ഈശ്വരനാണ് സിംഹമൂർത്തിയായിട്ട് വന്നത്. ആ താടിയൊക്കെ മാറ്റിയാൽ ശ്രീകൃഷ്ണൻ മതി. അത് ഹിരണ്യ പക്ഷാതനെ അനുഗ്രഹിക്കാനും ഹിരണ്യകശിപുവിനെ വധിക്കാനുമാണ് ഈ വേഷം. ഭഗവാന്റെ വെറും വേഷം. ആ വേഷം മാറ്റാക്കളെ യമനായിട്ട് വരുന്നത് പോലും ആ കയറ് വാസ്തവം കയറല്ലാത്ത. കാരണം ഗോപാലനായിട്ട് ഭഗവാൻ തന്നെയാണ്. നാരദമഹർഷി ബോധ്യപ്പെട്ടത് ആ 70-ാം അധ്യായത്തില് നാരദമഹർഷി ഭഗവാനെ കാണാൻ പോയപ്പം അവിടെ ആനപ്പുറത്ത് കയറുണ്ട്, കുതിരപ്പുറത്ത് കയറാൻ നോക്കുന്നുണ്ട്, പൂജ കഴിക്കുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ട്, ഹോമം കഴിക്കുന്നുണ്ട്, ദാനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല പല ഭാവത്തില് കണ്ടു. പിന്നെ നോക്കാൻ നിൽക്കണ്ട് ഇറങ്ങി പോകുമ്പോൾ അവരാണ് പിടിച്ചത്. എന്താ മഹർഷിയെ വരവിന്റെ ഉദ്ദേശം? ഇവിടെ പരീക്ഷിക്കാൻ വന്നതാണ്. തന്റെ ഉള്ളിലുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. നോക്കിയപ്പം അവിടെ അദ്ദേഹത്തിന്റെ ആ ശിരസ്സിന്റെ ഉള്ളിൽ കൂടി പീതിയാണ് വേണ്ടത്. അപ്പൊ അവിടെ എല്ലാമായിട്ട് കാവക്കാരായി നിൽക്കുന്നത് പോലും ഗുരുവായൂരപ്പനാണെന്ന് നാരദമഹർഷികൾ ബോധ്യായി നമസ്കരിച്ചപ്പോഴാ ഭഗവാൻ പറഞ്ഞ ഇതേ നമസ്കരിച്ച ഭഗവാൻ വിഷമിക്കുന്നു, വേണ്ട പാടിക്കൊള്ളുന്ന. അപ്പൊ ഭഗവാനാണ് എല്ലാമായിട്ട് ശോഭിക്കുന്നത്. ഭഗവാനാണ് ഇത് ദേവി ഭാവ്യം സദാത്മകം. ഹേ നാരദാൻ ബ്രഹ്മദേവൻ വിളിക്കുകയാണ്. ഇതിന് നീ എന്താണോ ചോദിച്ചത് അതാ ഞാൻ പറഞ്ഞത്. ഇത് ദേവിഹിതന്താത യഥേതം അനുപൃച്ഛസി. നീ ചോദിച്ചതിന് ഉത്തരമാണ് നാന്യത് ഭഗവത കിഞ്ചിൽ ഭാവ്യം സദാത്മകം. ഇവിടെ സത്തായിട്ടും അസത്തായിട്ടും ഉള്ള ഒരേ ഒരു വസ്തു ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ അല്ലാതെ കണ്ട് വേറെ ഒന്നും ഉറച്ച. ഞാനും ഈശ്വരനാണ്, നീയും ഈശ്വരനാണ്. ബ്രഹ്മദേവനും ഈശ്വരനാണ്. ചോദിച്ച നാരദമഹർഷിയും ഇവിടെ ഈശ്വരനല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ പറഞ്ഞ ഈശ്വരനല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ സത്തായിട്ടും അസത്തായിട്ടും കാണുന്ന വസ്തുക്കൾ മുഴുവൻ ഈശ്വരനാണ്. എല്ലാം ഈശ്വരനായി കണ്ടോളൂ എന്നാണ്. എന്റെ വാക്ക് കളവാവില്ല. നേരത്തെ പറഞ്ഞ് വീണ്ടും ഓർപ്പിക്കാൻ. എന്റെ വാക്ക് കളവല്ലെങ്കിൽ എന്റെ വാക്കും കളവാവില്ല. ന ഭാരതീ വെങ്കമൃഷോപലക്ഷ്യതേ ന വൈ ക്വചിന്മേ മനസോമുഷാദതി ന മേ ഹൃഷീകാണി പദന്ത്യകൽപധേയന്മേ ഹൃദൗത്കണ്ഠ്യവതാഹൃതോ ഹരി. ഹേ നാരദ, ന ഭാരതീ വെങ്കമൃഷോപലക്ഷ്യതേ. എന്റെ വാക്ക് ഒരിക്കലും കളവാവില്ല, കൃഷിയാവില്ല, കളവാവില്ല. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്?
അങ്ങനെ ബ്രഹ്മദേവനെ ഒരു പ്രാവശ്യം ബ്രഹ്മദേവൻ കളവ് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ശിവപുരാണത്തിൽ കാണാം ഒരു പ്രാവശ്യം ബ്രഹ്മദേവൻ കളവ് പറഞ്ഞു. അവിടെ ശിവനും സുബ്രഹ്മണ്യ സ്വാമിയെ സംവാദം. അപ്പൊ പോയി ചോദിച്ചിരിക്കുകയാണ് സുബ്രഹ്മണ്യ സ്വാമി, അച്ഛാ ബ്രഹ്മം എന്താണ്? ബ്രഹ്മദേവൻ മഹാനുത്തരം പറയാൻ പുറപ്പെടും. അവർ എന്തോ ബ്രഹ്മദേവനോട് എത്തിയിരുന്നു ഈ ചോദ്യം ചോദിച്ചപ്പോഴേ. അപ്പൊ ബ്രഹ്മെന്ന് പേര് തനിക്കുണ്ടല്ലോ, ഭാവത്തില് ഞാനാണ് ബ്രഹ്മെന്ന് ബ്രഹ്മദേവൻ പറഞ്ഞപ്പം ആ പറഞ്ഞ ശിരസ് മഹാദേവൻ ഉള്ളിട്ടു. അവസാനം ഉണ്ണിയെ പറഞ്ഞ് ബോധ്യപ്പെട്ട ഉണ്ണി ബ്രഹ്മാണ്, അക്ഷരം ബ്രഹ്മാണ്, മുത്തക്ഷരം ബ്രഹ്മാണ്. ഇവിടെ കാണുന്നത് മുഴുവൻ ഉണ്ണിയുടെ മുത്തക്ഷരാണ്, ബ്രഹ്മാവ് മുത്തക്ഷരാണ്, മഹാദേവന്റെ അക്ഷരാണ്. അപ്പൊ ഉണ്ണിയും ബ്രഹ്മാണ്, അക്ഷരം ബ്രഹ്മാണ്, മുത്തക്ഷനും ബ്രഹ്മാണ്. ബ്രഹ്മല്ലാതെ ഒന്നും ഇവിടെ ഇല്ല ഉണ്ണി. അപ്പൊ അധികം ഒരു ശിരസ്സും കൂടി ഉണ്ടാകുന്ന ആ ശിരസ് അന്ന് പോയതാ. പിന്നെ ശേഷം നാൻമുഖനായി മാറി. പിന്നെ കളവ് പറയില്ല എന്ന് വെച്ചാൽ കളവ് പറയാറില്ല. ബ്രഹ്മദേവന്റെ വാക്ക് കളവാവില്ല. ബ്രഹ്മദേവന്റെ വാക്ക് കളവാവില്ല. ഭാരതി ശോഭരക്ഷ്യതേ നവൈകൊജിന്മേ മനസോ ഒരു സമയത്തും എന്റെ മനസ്സ് വേണ്ടാത്ത വഴിക്ക് പോവില്ല. മനസോ മൃഷാഗതി കളവായ വഴിയിൽ എന്റെ മനസ്സ് ഉണ്ണി പോവില്ല. കളവായ വഴിയിൽ എന്റെ മനസ്സ് അങ്ങോട്ട് പോവില്ല. നമേഷീകാണി പതന്തി അഹൽപതേ വേണ്ടാത്ത വഴിക്ക് അസത്തായ വഴിയിലേക്ക് എന്റെ ഇന്ദ്രിയങ്ങളൊന്നും ഉണ്ണി പോവില്ല കേട്ടോ. ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശനാണ് നിൽക്കുന്നുണ്ടാവും. പോവാൻ സമ്മതിക്കാതെ വേണ്ടാത്ത വഴിക്കൊന്നും ഇന്ദ്രിയങ്ങളൊന്നും പോവില്ല, മനസ്സും പോവില്ല, ഇന്ദ്രിയങ്ങളും പോവില്ല, വാക്ക് കളവാവില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വാക്ക് കളവാവാതിരിക്കാനുള്ള കാരണം, മനസ്സ് വേണ്ടാത്ത വഴിക്ക് പോവാതിരിക്കാനുള്ള കാരണം, ഇന്ദ്രിയങ്ങളെ വേണ്ടാത്ത വഴിക്ക് പോവാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ ഉണ്ണി? എന്താ അച്ഛാ പറയൂ. അതുകൂടി അറിയണ്ടേ എന്തുകൊണ്ട് പോണില്ല എന്ന് ചോദിച്ചാൽ ഹരി ഉണ്ണി നാരദ ഇതൊക്കെ നാഥനായ ശ്രീഗുരുവായൂരപ്പൻ എന്റെ ഉള്ളിലുണ്ട്. ആ ഭഗവാൻ എന്റെ ഉള്ളിൽ നടന്നിട്ട് ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് സദാസമയം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ഉണ്ണി നാരദ ഞാനിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ മനസ്സ് വേണ്ടാത്ത വഴിക്ക് പോവാതിരിക്കുന്നത്. നമ്മളോടാ അദ്ദേഹം പറയുന്നത് മനസ്സ് വേണ്ടാത്ത വഴിക്ക് പോവാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മനസ്സ് വേണ്ടാത്ത വഴിക്ക് പോവാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക. നാവ് വേണ്ടാത്ത വഴിക്ക് പോവാതിരിക്കണമെങ്കിൽ, കളവ് പറയാതിരിക്കണമെങ്കിൽ സത്യം പറഞ്ഞ് ശീലിക്കുക. ഈശ്വരനെ പറ്റി പറഞ്ഞാൽ വേണ്ടാത്ത വഴിക്ക് ഇന്ദ്രിയങ്ങളൊന്നും, നാവ് പോവില്ല, കളവ് പറയില്ല, മനസ്സ് പോവില്ല, ഇന്ദ്രിയങ്ങളൊന്നും പോവില്ല. കാരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും ശ്രീഹരിയാണ് ഉണ്ണി. ആ ശ്രീഹരിയെ ധരിച്ചും ധ്യാനിച്ചും കൊണ്ടിരിക്കൊണ്ടാണ് ഇന്ദ്രിയങ്ങളോ മനസ്സിനോ പോവാൻ ഭഗവാൻ സമ്മതിക്കില്ല. ആ ഭഗവാൻ നമ്മളും നാവലെ പലതും പണ്ടിരുത്തി അവ പറയുന്നത് സത്യമാവാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. നമ്മളെ സത്യം പറയാൻ പറ്റില്ല. നമ്മളെ വാക്ക് ഭഗവാൻ സത്യമാക്കട്ടെ. പറയുന്ന വാക്കൊക്കെ ഭഗവാൻ സത്യമാക്കട്ടെ. അതുപോലെ മനസ്സും അതെ വേണ്ടാതെ വഴിക്ക് പോവാതിരിക്കാൻ എപ്പോഴും ഗുരുവായൂരപ്പ ഉള്ളിൽ ഇരുന്നോട്ടോ. മനസ്സെപ്പോഴാണ് വേണ്ട വഴിക്ക് പോകാൻ ഇഷ്ടമില്ല. എപ്പോഴാണ് ഈ വേണ്ട വഴിക്ക് മനസ്സ് പോകാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും നാവും പ്രത്യേകം കൊടുക്കേണ്ട ഇതാണെന്നാണ്. എന്നാൽ ഭഗവാൻ ഉള്ളിൽ വെച്ചാൽ ആചാര്യസ്വാമികളൊക്കെ പറയണ്ടേ ഗുരുവായൂരപ്പ എൻ്റെ ഉള്ളിലെ ഒരു സിംഹാസനം ഞാൻ വെച്ചിട്ടുള്ളൂ. 2 പേര് ഇരിക്കാൻ ചെറിയ സിംഹാസനം വെച്ച് 2 പേര് ഇരിക്കാൻ പറ്റില്ല. ഒരാൾക്കേ ഇരിക്കാൻ പറ്റില്ല. അങ്ങേക്ക് മാത്രമുള്ള സിംഹാസനമാണ്. ഇടയ്ക്ക് അങ്ങ് ഇറങ്ങി പോകുമ്പോൾ വേറെ ഒട്ട് കയറി വന്നിരിക്കും. നമുക്ക് ഓരോന്ന് കാണാൻ പോയാൽ ഓരോന്ന് വേണം തോന്നും. അപ്പൊ അതിനോട് മനസ്സ് പറ്റി പിടിച്ചാൽ അങ്ങ് ഇറങ്ങിപ്പോകും. അത് അങ്ങേക്ക് മാത്രമേ സിംഹാസനമുള്ളൂ.
ഇരിക്കുന്ന മനസ്സിൽ വേറെ ആരും കയറി വരരുത്. വേണ്ടാത്ത വികാരങ്ങൾ വന്നാൽ അതിനനുസരിച്ച് മനസ്സ് പോകും. വേണ്ടാത്ത വികാരങ്ങളൊന്നും വരാതിരിക്കാൻ ഭഗവാൻ തന്നെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബാക്കി നമുക്ക് കഴിഞ്ഞിട്ട് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നവരാത്രി കാലം അമ്മയുടെ ജഗദംബികയുടെ ഒരു 30 ചൊവ്വാഴ്ച കൂടി ഈ പുണ്യവേളയില് എല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ ഉള്ളിൽ വന്നാൽ പിന്നെ ഒരു വഴിയും നമുക്ക് തെറ്റില്ല എന്ന കഥാഭാഗങ്ങളെ അനുഗ്രഹിച്ചെന്ന ആചാര്യന് സാഷ്ടാംഗം നമസ്കാരം പറയാം. 4 മണിക്ക് ശേഷം നമുക്ക് വീണ്ടും ഈ വേദിയിലെ ഭാഗവതത്തിന്റെ അവിടേക്ക് ആചാര്യനെത്തട്ടെ. ഹരേ ഗുരുവായൂരപ്പ.